ഈ ഡയറ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ നിഘണ്ടുവിൽ എടുത്ത് മാറ്റണം. 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് സ്നാക്സ് കഴിക്കേണ്ട ആവശ്യം? മോർഫിന് തുല്യം എന്ന് പറയുന്നത്. മോർഫിൻ എന്ന് പറയുന്നത് ഒരു അറിയാലോ, ഡ്രഗാണ്. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ചവറ്റുകുട്ടയല്ല. ഇപ്പൊ രാവിലെ നടക്കാൻ പോകുന്നത് എക്സസൈസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ വർക്കൗട്ട് നടത്തിയപ്പോൾ പെട്ടെന്ന് വണ്ണം വെച്ചു. പെട്ടെന്ന് വണ്ണം വെച്ചതല്ല, ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സെയിം സാധനം അവൻ വർക്കൗട്ട് നിർത്തിയപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡെപ്പോസിറ്റിലേക്ക് പോകും. അങ്ങനെ ഒരു സയൻസ് എവിഡൻസ് ഒന്നും ഇല്ല. മയണൈസ് വിചാരിക്കുന്നതിന്റെ അത്ര പ്രശ്നക്കാരൊന്നുമല്ല. ചിലര് മൈദ അത് വയറ്റി കിടന്ന് പെരുവും, അങ്ങനെ ഒന്നുമില്ല. എന്തു ഇത് പെരുമ്പാവോ? വർക്കൗട്ട് ചെയ്യുന്നത് ഒരു തെറാപ്പിക്ക് തുല്യമായിട്ടുള്ളൊരു 100% സാധനമാണ്. തെറാപ്പിയാണ്. ദിസ് ഇസ് തെറാപ്പി. വെള്ളം അടിക്കുന്ന ആൾക്കാരിൽ ഒരു ഹാപ്പിനെസ് ചിലപ്പോൾ കാണാറില്ലേ? വെള്ളം അടിച്ച് കഴിയുന്ന പിറ്റേ ദിവസം പോകായിരിക്കും. അതായത് പട്ടിണി കിടന്നാലേ നമുക്ക് 6 പാക്ക് കിട്ടൂ എന്നുള്ള കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ തെറ്റാണ്. മസിൽ എന്ന് പറയുന്നത് പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സ്ത്രീകളിൽ ഒരുപാട് ഞാൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വലിയ ബൈസെപ്സ് വരും. ഒരിക്കലും വരില്ല. ഇച്ചിരി മെനക്കെടണം. ഹോർലിക്സ്, ബോൺവിറ്റ പോലത്തെ പലരും നോക്കി കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേ പ്രോട്ടീൻ ഉണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് 66 വയസ്സായി. 52 വയസ്സിൽ റീപ്ലേസ്മെന്റ് പറഞ്ഞ 66 വയസ്സ് ഒരു കുഴപ്പമില്ല. അമ്മ രാവിലെ വീട്ടിൽ നിന്ന് നടന്ന് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്ത് തിരിച്ച് നടന്നു പോകും. ഗവൺമെന്റ് ഭാഗത്ത് തീർച്ചയായിട്ടും പറഞ്ഞതിന് സപ്പോർട്ടില്ല. ഇപ്പോഴും നമ്മൾ 18% ടാക്സ് കൊടുക്കുന്നുണ്ട്. ഈ എപ്പിസോഡ് മുഴുവനായിട്ട് കാണുന്നതിന് മുന്നേ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഒക്കെ ഇടുന്നുണ്ട്. അതും ഫോളോ ചെയ്ത് കാണുക. നിങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാർക്ക് തിരക്ക് പിടിച്ച ലൈഫാണെന്നറിയാം, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. അത് കാണാതെ പോകരുത്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആനന്ദ് സേവിയർ ആണ്. ആനന്ദ് സേവിയർ മിസ്റ്റർ ട്രിവാൻഡ്രം, മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ യൂണിവേഴ്സിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ക്ലാസിക് ഫിസിക്സ് കാറ്റഗറിയിൽ 3rd പ്രൈസ് വിന്നറും കൂടിയാണ്. വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. അപ്പം യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. താങ്ക് യു തൗഫീഖ് ആൻഡ് മാത്യു ഫോർ ഹാവിങ് മീ ഹിയർ. എൻ്റെ സ്ഥാപനം വെള്ളയമ്പലത്താണ്. AFX ഫിറ്റ്നസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ പേരിലാണ് സ്ഥാപനം ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ ഒരു 17 കൊല്ലം കൊണ്ടുണ്ട്. ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പാഷൻ കാരണം നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് തന്നെയാണ്. ഇപ്പോൾ പൊതുവേ ഉള്ളൊരു മിത്താണ്, നമുക്ക് വർക്കൗട്ട് തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജിമ്മിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ ഒരു 2 മാസം കൊണ്ട് മസിൽ ഉണ്ടാക്കുക, 3ാമത്തെ മാസം 6 പാക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ 1 വർഷത്തിനകത്ത് കോമ്പറ്റീഷൻ ഇറങ്ങുക, കപ്പടിക്കുക. അപ്പം ഞാനും മാത്യുവും കൂടെ ഇടയ്ക്ക് ഇതുപോലെ ഒരു ചലഞ്ച് വെച്ചിരുന്നു. 6 മാസം കൊണ്ട് ആരാണ് ആദ്യം 6 പാക്ക് ഉണ്ടാക്കി ഒരു കോമ്പറ്റീഷൻ ഇറങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ ചലഞ്ച്. ഒരു ഷൂട്ടിന് നമ്മൾ ചെന്നൈയിൽ നിന്നപ്പോഴായിരുന്നു നമുക്ക് ഈ ആശയം ഉള്ളിൽ ഉദിച്ചത്. 6 മാസം കഴിഞ്ഞിട്ട് 1 വർഷമായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം. അങ്ങനെ ഇത് പൊതുവേ ഉള്ള എല്ലാവർക്കും ഉള്ളൊരു ഒരു സംശയമാണോ ഒരു മിത്താണോ എന്ന് അറിയത്തില്ല. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ അത് ശരിയാണോ? വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. രാവിലെ എല്ലാവരും പല്ല് കഴിക്കും. പല്ല് കഴിക്കാൻ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങും പല്ല് കഴിക്കാതെ? പല്ല് കഴിക്കാതെ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നവർ കാണും. പക്ഷേ അല്ല, ബെഡ് കോഫി എന്ന് പറഞ്ഞിട്ട് പല്ല് കഴിക്കാതെ ബെഡ് കോഫി കുടിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം. പക്ഷേ പേഴ്സണലി നമുക്കിപ്പോൾ പുറത്തോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഹൈജീൻ്റെ ഭാഗമാണ് ബ്രഷിങ് എന്ന് പറയുന്നത്. വർക്കൗട്ട് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതൊരു ഡിസിപ്ലിനാണ്. എനിക്ക് മോട്ടിവേഷൻ ഇല്ല എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് അണ്ടർ റേറ്റഡ്. ഇപ്പോഴത്തെ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ, നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, കറക്റ്റ് പ്രോപ്പറായിട്ട് ഉറക്കമില്ല, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്. ഇപ്പൊ നൈറ്റ് ലൈഫ് ആണല്ലോ, ഇപ്പോൾ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ, പല ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഇവർക്ക് ഇതെങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് എന്ന് പറയുന്ന ഇറ്റ്സ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെഡിസിൻ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി അതൊരു ഡിസിപ്ലിൻ ആക്കി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഒരു ലോങ് ടേം ഗോളാണ്. ഇതിപ്പോൾ ഒരിക്കലും ഒരു ഷോർട്ട് ടേം സംഗതിയല്ല. നമുക്കിപ്പോൾ ഒരു ഫിസിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു വിഷൻ ഉള്ളത് ഇറ്റ്സ് ഗുഡ്. നമുക്കൊന്നുമില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് വരെ എത്താനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. വിഷൻ ഇസ് ഗുഡ്. ഹാവിങ് എ വിഷൻ ഇസ് ഓൾവേസ് ഗുഡ്. ബോഡി ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ എക്ടോമോസ് ഉണ്ട്, എൻഡോമോസ് ഉണ്ട്, മീസോമോസ് ഉണ്ട്. അപ്പോൾ എക്ടോമോസ് എന്ന് പറയുന്നത് ജനറ്റിക്കലി ഭയങ്കര ലീനായിട്ടുള്ള ആൾക്കാരാണ്. മീസോമോസ് എന്ന് പറയുന്നത് പൊതുവെ അവർക്ക് ജനറ്റിക്കലി കുറച്ച് മസ്കുലർ മാസൊക്കെ ഉള്ള ആൾക്കാരാണ്. എൻഡോമോസ് എന്ന് പറയുന്നത് പൊതുവെ കുറച്ച് ചബ്ബിയായിട്ടുള്ള കുറച്ച് ആരും ജനിക്കുമ്പോഴേ ചബ്ബിയാവുന്നില്ല. ഇപ്പോൾ പിള്ളേർ തന്നെ വീട്ടിൽ
മാതാപിതാക്കൾ കൊടുക്കുന്ന ഭക്ഷണം കാരണമാണ് പിള്ളേർ വണ്ണം വയ്ക്കുന്നത്. അവർ ആ വണ്ണം എന്ന് പറയുന്നത് അവരുടെ പ്രായം കൂടുന്തോറും വണ്ണവും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ സമയം വേണം. അപ്പോൾ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമുക്ക് എത്ര കാലാവധി കൊണ്ട് നമുക്ക് ബോഡി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. ജനറ്റിക്കലി ഒരു ജനറ്റിക്സ് ഉണ്ടാവുമല്ലോ, ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു ജനറ്റിക്സ് ഉള്ള ആൾക്കാരുണ്ടാവും, അല്ലാത്ത ഒരു ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഇപ്പം അതിൽ നമുക്ക് ഈ എന്താ പറയുന്നത്, ഈ ഒരു അച്ചീവ് ചെയ്യാനായിട്ട്, അതായത് ബോഡി ട്രാൻസ്ഫോർമേഷൻ അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം അതിൽ വേരി ചെയ്യത്തില്ലേ? അതാ ഈ ബോഡി ടൈപ്പ് വെച്ചിട്ട് നമുക്ക് കിട്ടേണ്ട ട്രാൻസ്ഫോർമേഷൻ്റെ കാലാവധി മാറാം. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രോപ്പർ ഡിസിപ്ലിൻ, ഞാൻ പറഞ്ഞില്ല, ആ ഒരു കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഭക്ഷണം എന്ന് പറയുന്നത് സ്റ്റാർവേഷൻ മുകളിലേക്ക് പോകാതെ, ഈ ഡയറ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ നിഘണ്ടുവെന്ന് എടുത്ത് മാറ്റണം. ഡയറ്റല്ല, അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസിൻ്റെ ഒരു ഭക്ഷണ രീതിയുണ്ട്, ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോയാൽ അവരുടെ ഒരു ഭക്ഷണ രീതിയുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇന്ന ഒരു ഡയറ്റ് പാറ്റേൺ വേണം, നമുക്ക് മെഡിറ്ററേനിയൻ ഡയറ്റ് വേണം, അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഭയങ്കര പ്രിവെയിലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം. പേഴ്സണലി നമുക്ക് ഒരു വിഷനും ഗോളും വെച്ചിട്ട് നമ്മൾ ഏത് ഡയറ്റ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാലും നല്ലത് തന്നെയാണ്. അൾട്ടിമേറ്റ്ലി യു വാണ്ടഡ് ടു അച്ചീവ് സംതിങ്, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡയറ്റ് പാറ്റേണിലേക്ക് പോകുന്നത്. പക്ഷേ ഇതിൽ ഏതെടുക്കേണ്ട എന്നുള്ളത് സയൻറ്റിഫിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം. ലൈക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചിലപ്പോൾ എല്ലാവർക്കും വർക്ക് ആവണം എന്നില്ല. ആ ബോഡി ടൈപ്പ് നോക്കി കറക്റ്റ് അത് ചെയ്തില്ല, അത് ഏത് വർക്കൗട്ട് ആണെങ്കിലും കറക്റ്റായിട്ട് വർക്ക് ആയില്ലെങ്കിൽ ശരിയാവില്ല അല്ലേ? അത്രേ ഉള്ളൂ. നമ്മുടെ ഗോൾ എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയറ്റ് പാറ്റേൺ എടുക്കുക. നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു ഡയറ്റ് പാറ്റേൺ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് പുതിയൊരു ഡയറ്റ് എടുത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോസിബിൾ അല്ല, നടക്കത്തില്ല. അപ്പോൾ അതിനേക്കാളും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറ്റിൽ ചെറിയ മാനിപ്പുലേഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് വ്യത്യാസം വരും. ഇപ്പോൾ പൊതുവേ നമ്മൾ എല്ലാവരുടെ ലൈഫ് സ്റ്റൈലിൽ നോക്കിയാലും നമ്മൾ കൂടുതലും പുറത്തുനിന്ന് കഴിക്കുന്നത്, അത് നമ്മുടെ പലരുടെയും തിരക്കുകൊണ്ടായിരിക്കും, ജോലിയുടെ കാര്യങ്ങൾ കൊണ്ട് പുറത്ത് പോകുന്നത് കൊണ്ടാവും, എപ്പോഴും വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടായിക്കൊണ്ട് വരാനും പറ്റില്ലായിരിക്കും. ഈ പുറത്തുനിന്ന് കഴിക്കുമ്പോഴും നമുക്ക് അതിലൊരു നല്ല ചോയ്സ് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഏതെടുക്കണം, ബർഗറും അല്ലെങ്കിൽ ഒരു ഉഴുന്നുവടയും വെക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പരിപ്പ് വടയും മറ്റെന്തെങ്കിലും അതിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും എടുക്കുന്ന പോലെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഇപ്പോൾ തൗഫീക്ക് ചോദിച്ച ക്വസ്റ്റ്യനെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ, ഒരു തട്ടുകടയായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു മെനു നോക്കി ഫുഡ് പാറ്റേൺ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് വേണം. നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം, നമുക്ക് എന്ത് വേണ്ട എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക. ബേസിക് പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. ഒരു അവയർനെസ് ഇല്ല. അപ്പോൾ ഒരു അവയർനെസ് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പാറ്റേൺസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൗഫീക്ക് പറഞ്ഞ ഒരു ബർഗറും ഒരു ഉഴുന്നുവടയോ ഒരു ബർഗറോ കഴിച്ചുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഉഴുന്നുവടയും ബർഗറും കഴിച്ചിട്ട് നമ്മൾ അല്ലാത്ത 3 നേരവും 4 നേരവും ഭക്ഷണം കഴിക്കും. അപ്പോൾ അതിന് പുറമേ കഴിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ മോനെ നീ ഒരുപാട് ക്ഷീണിച്ചിരിപ്പുണ്ട്, നീ കുറച്ചുകൂടെ ചോറ് കഴിക്കണം. ആ ഒരു ചോറ് കൂടുതൽ തീറ്റിക്കുക, അല്ലെങ്കിൽ ചോറെന്ന് പറയുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്ന, അപ്പോൾ അതുപോലെ ചോറ്, ചപ്പാത്തി ഇത് കൂടുതൽ തീറ്റിക്കുക എന്നുള്ളതാണ്. കാരണം മെലിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഫിറ്റായിട്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു കോൺസെപ്റ്റിൽ അവർക്ക് കണ്ണുകൊണ്ട് അതൊരു എന്താ പറയണ്ടേ, ഒരു സാറ്റിസ്ഫാക്ടറി എലമെന്റ് അല്ല. നല്ല പുഷ്ടിച്ചിരിക്കുന്നതാണ് ആരോഗ്യത്തിന്റെ ഒരു ലക്ഷണം എന്നുള്ളത് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ തടി കൂടുന്നവരും നല്ല പുഷ്ടിയുള്ള കുട്ടിയാണ്. ഇപ്പൊ കല്യാണത്തിനൊക്കെ പോയി അയ്യോ മോനെ മെലിഞ്ഞു പോയോ, എന്ത് പറ്റി, പക്ഷെ വണ്ണം വെച്ച് അയ്യോ മോനെ വണ്ണം വെച്ചു. കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്ത് ഒക്കെ ആയിരിക്കും കുറച്ച് വെച്ചിരിക്കുന്നത്. അല്ല, ബേസിക്കലി നമുക്ക് ഭക്ഷണത്തിനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന ഭക്ഷണമേ കഴിക്കാവുള്ളൂ, ഇന്ന ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെ നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. പക്ഷെ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ കുറച്ച് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. കാരണം വിശപ്പും ക്രേവിങ്ങും, അതായത് ഹങ്കറും ക്രേവിങ്ങും രണ്ടാണ്. 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ഇടയ്ക്ക് പലഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്നാക്സ് കഴിക്കേണ്ട ആവശ്യം? അതെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ക്രേവിങ് ആണ്, അത് വിശപ്പല്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വിശപ്പിന് നമ്മൾ ഭക്ഷണം കഴിക്കുക, ക്രേവിങ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. പലരും ദാഹിക്കുന്നതിന് പകരം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ദാഹം വിശപ്പായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഉണ്ട്. വിഷമം വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവർ, അത് ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ഡിസോർഡർ ആണ് ആക്ച്വലി. അപ്പോൾ അതിനൊക്കെ ആക്ച്വലി നമ്മൾ അഡ്രസ് ചെയ്ത് സ്ട്രെസ് വരുമ്പോൾ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി പോലത്തെ
പ്രശ്നങ്ങളിൽ നിന്ന് വരെ നമുക്ക് ഒരു പരിധി റിലീഫ് കിട്ടും. കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് നല്ല ഹോർമോണായ എൻഡോമോർഫിൻസ് ഒക്കെ റിലീസ് ചെയ്ത് അതൊരു മോർഫിന് തുല്യം എന്ന് പറയുന്നത്. മോർഫിൻ എന്ന് പറയുന്നത് ഒരു അറിയാമല്ലോ ഡ്രഗാണ്. ആ ഡ്രഗിന് പകരമാണ് നമ്മുടെ ബോഡിയിൽ എൻഡോഫിൻസ് എക്സസൈസ് ചെയ്യുന്നത്. പക്ഷേ എൻഡോഫിൻസിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ അതൊരു ബോഡിയിൽ അഡിക്റ്റീവ് അല്ല. മോർഫിൻസ് ഓബിയസ്ലി അഡിക്റ്റീവ് ആണ്. അപ്പോൾ എൻഡോഫിൻസ് റിലീസ് ചെയ്യുന്നത് വഴി ആൻസൈറ്റിയും ഡിപ്രഷനും വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കഴിച്ചത് ഒത്തിരി കാലറി കൂടിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയി കാർഡിയോ ചെയ്ത് ബേൺ ചെയ്ത് കളയുക എന്നുള്ളൊരു മിത്ത് ഇതിനകത്ത് കിടപ്പുണ്ട്. അത് മിത്താണോ ട്രൂത്താണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഒരു 500 കാലറി കഴിച്ചു. അപ്പം അന്നത്തെ ദിവസം ഞാൻ 500 കാലറി അഡീഷണൽ ആയിട്ട് കഴിച്ചത് കൊണ്ട് ഒരു 500 കാലറി ബേൺ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാർഡിയോ വർക്കൗട്ട് അന്നത്തെ ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ബേൺ ചെയ്യുന്നു. 5 പുഷപ്പ് എക്സ്ട്രാ എടുത്താൽ 5 പുഷപ്പ് എടുത്ത് ഒന്നും ആകത്ത്. അത് അന്നത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ ബോഡി നമ്മൾ ടോർച്ചർ ചെയ്യരുത്. ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ ബിരിയാണി കഴിച്ചു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 500 കാലറി കൂടുതൽ കഴിച്ചതെന്ന് വെച്ചിട്ട് നമ്മുടെ ബോഡിക്ക് ഒന്നും പറ്റാനില്ല. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആകുമ്പോഴാണ് വിഷയം വരുന്നത്. കാലറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ കഴിഞ്ഞ ഒരു 10-12 കൊല്ലത്തിനിടയ്ക്കാണ് കാലറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആൾക്കാരുടെ ഇടയിൽ ഇത്രയും ഭയങ്കര ഒരു സംഭവമാണ്. കാലറി ഡെഫിസിറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ കാലറി കുറച്ച് എനിക്ക് വെയിറ്റ് കുറയ്ക്കുക. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതൊരു ഐഡിയൽ ഫിറ്റ്നസ് ഗോൾ അല്ല. നമ്മൾ ഫിറ്റ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിലുള്ള അനാവശ്യമായ കൊഴുപ്പ് കുറയുക എന്നുള്ളതാണ് നമ്മൾ ഐഡിയലി ശ്രദ്ധിക്കേണ്ടത്. വർക്കൗട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മെഡിസിനായിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് ഇത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു രസകരമായ പ്രോസസ്സാക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പലപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ അഡീഷണൽ കാലറി അല്ലെങ്കിൽ ജങ്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗിൽട്ട് ഉണ്ടല്ലോ. ഇപ്പം ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കാം, നോളജിന്റെ കുറവുകൊണ്ടായിരിക്കാം ഈ കഴിക്കുന്ന സാധനത്തിൽ ഒരു ഗിൽട്ട് ഉണ്ടാവും. ഓക്കെ, ഞാനിന്ന് പഴംപൊരി കഴിച്ചു, എന്റെ വർക്കൗട്ട് മൊത്തം കണ്ണാടിയിൽ നോക്കും ഫാറ്റ് കയറിയ പോലെ തോന്നും. ഇതൊക്കെ പൊതുവേ ഉള്ളൊരു ധാരണകളാണ് പലർക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നുള്ളത്. ഒരു ദിവസം നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ഉഴുന്നോട കഴിച്ചെന്നോ പഴംപൊരി കഴിച്ചെന്നോ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ബേസിക്കലി നോക്കി കഴിഞ്ഞിട്ട് ഉഴുന്നോട എന്ന് പറയുന്നത് ഒരു 3 ചപ്പാത്തിയുടെ കാലറിക്ക് തുല്യമാണ്, മനസ്സിലായി? പക്ഷെ ഒരു ഉഴുന്നോട കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു 5 ഉഴുന്നോടെ കഴിക്കണം മിനിമം. അപ്പോൾ നമ്മുടെ സെലക്ഷൻ ഓഫ് ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഉഴുന്നോടെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞത്. ഇഷ്ടമുള്ള ഭക്ഷണം ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതൊരു ബാലൻസ് വേണം. ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യുക. കറക്റ്റ്, ഇതൊരു പ്രോസസ് ആക്കുക, ഇതൊരു എൻജോയ്മെന്റ് ഫാക്ടറാക്കി. അയ്യോ ഇത് കഴിച്ചു പോയി, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ ഞാൻ ഇനി അടുത്ത് പോയി 1 മണിക്കൂർ കാർഡിയോ ചെയ്യണോ, ഓടണോ എന്ന് അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് ചിന്തിക്കാതെ ഇതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. എന്താ പറയണ്ട, ഈ ഒരു ഗിൽട്ട് ഫീൽ ഇല്ലാതെ നമുക്ക് ചോറ് വേണമെങ്കിൽ ചോറ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള ബർഗർ കഴിക്കാം, ഉഴുന്നോട് കഴിക്കാം, പരിപ്പോട് കഴിക്കാം, എല്ലാം കഴിക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല എല്ലാ ഭക്ഷണവും കഴിക്കാം, പക്ഷെ ഒരു പോർഷൻ. ഇപ്പോൾ എനിക്ക് ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് വീണ്ടും അടപ്രഥമൻ കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് അപ്പുറത്ത് പോയിട്ട് വീണ്ടും പഴംപൊരിയും ചായ കഴിക്കും, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമമാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനു മുമ്പ് വേറൊരു ഇതിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ചവറ്റ് കൊട്ടയല്ല, എന്തും ഡംപ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡസ്റ്റ്ബിൻ അല്ല ബോഡി എന്നുള്ളത്. എനിക്കറിയാവുന്ന ഒരാൾക്കുണ്ട്, അയ്യോ ഇത് വേസ്റ്റ് ആവും അതുകൊണ്ട് ഞാൻ കഴിക്കും. അല്ല അല്ല കുഴപ്പമില്ല, വേസ്റ്റ് ആയാലും കുഴപ്പമില്ല, അത് ശരീരത്തിന് കേടാക്കുന്നത് ഇല്ലില്ല, ഇത് വേസ്റ്റ് ആവും അതുകൊണ്ട് ഞാനത് എക്സ്ട്രാ കുത്തിക്കയറ്റി കഴിക്കുന്ന. നമ്മുടെ വീടുകളിൽ നമ്മളത് കണ്ടുവന്നതാ. ഈ ഭക്ഷണം ബാക്കി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അമ്മാമ്മമാർ കഴിക്കുക, അമ്മമാർ മോനെ നീ ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത് എന്നുള്ള. ഭക്ഷണം വേസ്റ്റ് ചെയ്ത് കറക്റ്റ് ശരിയാണ്, വളരെ കറക്റ്റാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് എടുക്കണം. സ്വന്തം ശരീരത്തെ കൊന്നുകൊണ്ട് ഭക്ഷണം വേസ്റ്റ് ചെയ്ത് ആദ്യമേ ഒരു കുന്ന് ചോറും വെച്ചിട്ട് അയ്യോ ഇത് ഇത്ര ഞാൻ കഴിച്ചെടുക്കണം, അത് വേസ്റ്റ് ആവും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആദ്യം കുറച്ചെടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്ത് വേണമെങ്കിൽ വീണ്ടും എടുക്കാം. ഇപ്പോഴെന്ന് വെച്ചാൽ ആക്ടിവിറ്റി റേറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ രാവിലെ നടക്കാൻ പോകുന്ന ഒരു എക്സസൈസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നടക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ ബേസിക്കായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അതൊരു വർക്കൗട്ടോ എക്സസൈസോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പണ്ടുള്ള ആൾക്കാർ ഇപ്പോൾ മലയോര പ്രദേശങ്ങളിൽ ഈ മണിക്കൂറുകളിൽ ഇത്ര റബ്ബർ കിട്ടുന്ന ആൾക്കാരാണ്. മണിക്കൂർ വെച്ചിട്ട് 50 റബ്ബർ 100 റബ്ബർ എന്നൊക്കെ പറഞ്ഞ് അവരെത്ര ചോറ് കഴിച്ചാൽ, തെങ്ങ് കയറുന്നവർ, അവരൊക്കെ ഈ പാറ മടയിൽ ജോലി ചെയ്യുന്നവർ, അവർക്ക് അത്രയും ശാരീരിക അധ്വാനം ഉണ്ട്. അപ്പോൾ അവർക്ക് അത്രയും കാലറീസ് കഴിക്കാം. ഒരു കുന്ന് ചോറ് കഴിച്ചാൽ അവരുടെ ശരീരത്തൊന്നും പറ്റും. ഇത്
ഇപ്പോൾ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അവർ ഇത്രയും കഴിച്ചിട്ട് നേരെ പോയി സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുക. അവർക്ക് വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല, ബോഡിക്ക് അത്ര എനർജിയുടെ ആവശ്യമില്ല. അത്ര എനർജിയുടെ ആവശ്യമില്ല. പണ്ടുള്ള ഒരു കോൺസെപ്റ്റ്, അതായത് ഈ നമ്മുടെ ഭീമൻ രഘുവിൻ്റെ ഒക്കെ ഒരു ബോഡി ഇല്ലേ, അപ്പോൾ അന്ന് ആ ഒരു സമയത്തെന്ന് പറയുന്നത് ഭക്ഷണത്തിന് യാതൊരു കൺട്രോളും ഇല്ല, എന്നാൽ വർക്കൗട്ടും കൂടെ ഉണ്ട്. ഇപ്പോൾ ആ ഒരു ബോഡി സ്ട്രക്ചർ അൾട്ടിമേറ്റ്ലി ഭക്ഷണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ഇൻഫ്ലുവൻസ് യുവർ ബ്ലഡ് പാരാമീറ്റേഴ്സ്, നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈല്, ട്രൈഗ്ലിസറൈഡ്, ഇങ്ങനത്തെ വാല്യൂസിനെ അഫക്റ്റ് ചെയ്യും. നമ്മുടെ അഴുക്ക കൊളസ്ട്രോൾ, LDL, ലിവറിനെ അഫക്റ്റ് ചെയ്യും. ഈ ഫാറ്റി ലിവർ പോലത്തെ സംഭവങ്ങൾ വരുന്നത് ഒരുപാടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ കഴിക്കുന്ന അനാവശ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണ രീതി കൊണ്ട്, അല്ലെങ്കിൽ വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ പോകാത്തത് കൊണ്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ഫാറ്റി ലിവറൊക്കെ. ഇപ്പോഴാണ് അതൊക്കെ കണ്ടുപിടിച്ച് തുടങ്ങിയത്. ഇപ്പോൾ കൊളസ്ട്രോൾ ഹൈ ആണ്, ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് കൊളസ്ട്രോൾ വരില്ല, വരും. കഴിക്കുന്ന രീതിയാണ്. നമ്മളിപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കണ്ട എല്ലാ തട്ടിലും കയറി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പം അങ്ങനെയല്ല, ഈ ഭക്ഷണം കഴിക്കുന്നതും ഒരു ഡിസിപ്ലിനാണ്. നമുക്ക് വിശപ്പിന് പുറമെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എൻ ഈറ്റിംഗ് ഡിസോർഡറാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് അഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? നമ്മളെല്ലാവരും, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. നമ്മളെല്ലാവരും ജോലി എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ആ ജോലി എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുക എന്നുള്ള ആസ്പെക്റ്റ് മാത്രമല്ല, ഇറ്റ്സ് എ ഡിസിപ്ലിൻ ദാറ്റ് യു ഹാവ് ക്രിയേറ്റഡ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം. ഭക്ഷണം കഴിക്കുന്നതും ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു പ്ലേറ്റിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്, ആ സാധനങ്ങൾ എല്ലാം കഴിക്കണോ, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കഴിക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ആ ചോയ്സ് റോങ് ആകുമ്പോഴാണ് ഈ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. കാലറീസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് അല്ല, ഈ കാലറീസിൽ വരുന്ന, ഇപ്പോൾ പ്രോട്ടീന് ഒരു കാലറി ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സിന് ഒരു കാലറി ഉണ്ട്, ഫാറ്റിനൊരു കാലറി ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ എത്ര കാർബോഹൈഡ്രേറ്റ് കഴിക്കണം, എത്ര പ്രോട്ടീൻ കഴിക്കണം, എത്ര ഫാറ്റ് കഴിക്കണം എന്നുള്ളത് ഓരോരുത്തർ ലൈഫ് സ്റ്റൈലാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാൾക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ കാലറീസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ വന്നിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞ ഒരാൾ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് വയറിലേക്ക് നിറയ്ക്കേണ്ട ആവശ്യമില്ല. വെയിറ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ എത്ര വെയിറ്റ് എടുക്കുന്നു എന്നുള്ളത് മസിലിനറിയില്ല, നമ്മുടെ മൈൻഡിനറിയാം. നമ്മൾ 5 കിലോ ആണോ 10 കിലോ ആണോ 50 കിലോ ആണോ എടുക്കുന്നതെന്നുള്ളത് നമ്മുടെ മസിലിന് അറിയുന്നതല്ല, നമ്മുടെ മൈൻഡിനറിയാം നമ്മൾ എത്രയാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. മസിലിന് നമ്മൾ കൊടുക്കേണ്ടത് ടെൻഷനാണ്. അത് 2 കിലോ കൊണ്ട് കൊടുക്കാം, 50 കിലോ കൊണ്ട് കൊടുക്കാം. ഇതൊരു മാരത്തോൺ റേസ് ആയിട്ട് കരുതുക വർക്കൗട്ട് എന്ന് പറയുന്നത്. ഒരുപാട് വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കറക്റ്റ് ഫോമും ടെക്നിക്കും അല്ല നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ജോയിൻസിൽ ഇഞ്ചുറി വരാം, നമ്മുടെ മസിൽ ഇഞ്ചുറി വരാം, അങ്ങനെ പലതരത്തിലുള്ള ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് കൂടുതൽ. നമ്മൾ ഫോമിലും ടെക്നിക്കിലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക. നമ്മൾ എടുക്കുന്ന എത്ര വെയിറ്റ് ആയിക്കോട്ടെ, 2 കിലോയോ 100 കിലോയോ, ആ എടുക്കുന്ന ആ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫോമും ടെക്നിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഞ്ചുറി വരാതെ ചെയ്യാം. വെയിറ്റിൽ മാത്രമാണ് നമ്മുടെ ഫോക്കസ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇഞ്ചുറി വരും എന്നുള്ളതല്ല, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പം അതിൽ നമ്മുടെ ഈ ഭക്ഷണ രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു, ഇപ്പോൾ രാവിലെയും വൈകിട്ടും ജിമ്മിൽ പോകുന്ന ഒരാൾ, അയാളുടെ ഈറ്റിംഗ് ഹാബിറ്റ് ശരിയല്ലെങ്കിലോ തീർച്ചയായിട്ടും അയാൾക്ക് വേറെ അസുഖങ്ങൾ വരാം. പിന്നെ ഈ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ വരുന്ന അസുഖങ്ങൾ ചിലപ്പോൾ പ്രൊലോങ് ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. എപ്പോഴാണോ ബോഡി വീക്ക് ആവുന്ന ആ സമയത്തായിരിക്കും, എപ്പോഴാണോ നമ്മുടെ ശരീരം വീക്ക് ആവുന്നത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഞാൻ വർക്കൗട്ട് നിർത്തിയപ്പോൾ പെട്ടെന്ന് വണ്ണം വെച്ചു. പെട്ടെന്ന് വണ്ണം വെച്ചതല്ല, ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സെയിം സാധനം അവൻ വർക്കൗട്ട് നിർത്തിയപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത്രയും കാലറിയുടെ സർപ്ലസിലാണ് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ണം വയ്ക്കും. അത് നമ്മൾ വർക്കൗട്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കഴിക്കുന്ന ഭക്ഷണം എന്താണ് അത് നോക്കിയിട്ട് കാര്യമുള്ളൂ. എന്ത് വർക്കൗട്ട് ചെയ്താലും എന്ത് ആക്ടിവിറ്റി ചെയ്താലും നമുക്ക് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ഭക്ഷണത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ബോഡിയുടെ ചേഞ്ച്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ചേഞ്ചസ്. അതെല്ലാം നമുക്ക് എപ്പോൾ വായിൽ സിബിടണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ബേസിക്കലി ജിം ഷുഡ് ബി ഒരു എക്സ്റ്റൻഷൻ ഓഫ് നിങ്ങൾ കഴിക്കുന്ന 80% നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, 20% മാത്രമേ ഉള്ളൂ വർക്കൗട്ട് എന്ന് പറയുന്നത്. അത് ഏതൊരു വർക്കൗട്ട് പാറ്റേണും, ഇപ്പോൾ വർക്കൗട്ടും എക്സസൈസ് എന്ന് പറയുന്നത് ഏതൊരു ആക്ടിവിറ്റീനെയും നമുക്ക് എക്സസൈസ് എന്ന് പറയാം. നമ്മളൊരു സ്പോർട്ട് വിളിക്കുന്ന ഒരു എക്സസൈസാണ്, അല്ലെങ്കിൽ റണ്ണിങ്, സ്വിമ്മിങ്, ഇതൊക്കെ എക്സസൈസാണ്. ഒരു പാറ്റേൺ അല്ല, ഒരു പാറ്റേൺ ഫോർമാറ്റിൽ നമ്മൾ ചെയ്യുന്ന എന്തിനേയും നമുക്ക് വർക്കൗട്ട് എന്ന് പറയാം. മനസ്സിലായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 4-5 എക്സസൈസിനെ നമ്മളൊരു ഫോർമാറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വർക്കൗട്ടായി. ഒരു
സ്ട്രക്ചേർഡ് സംഭവം നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വർക്കൗട്ട് ഇസ് മോർ ബെനിഫിഷ്യൽ ദാൻ ഡൂയിങ് എനി കൈൻഡ് ഓഫ് എക്സസൈസ്. വെറുതെ രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോകുന്നതിന് പകരം അതൊരു കറക്റ്റ് ഒരു 5 പുഷപ്പ് അല്ലെങ്കിൽ ഒരു 2 സെറ്റ് പുഷപ്പ് അങ്ങനെ നമ്മൾ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ചെയ്യുന്നതാണ് മോർ ബെനിഫിഷ്യൽ. സയന്റിഫിക്കലി പ്രൂവണും അത് തന്നെയാണ്. ഒരു പ്രോപ്പറായിട്ടൊരു ഗോളോട് കൂടി വർക്കൗട്ട് ചെയ്യുന്നതും ഒരു ഡയറ്റ് എടുക്കുന്നതും സാധാരണ ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടി ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ട്. നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചറിൽ, എസ്പെഷ്യലി നമ്മുടെ മലയാളികളിൽ, ഈ അമ്മമാർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവർ കണ്ടുവരുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വീട്ടുജോലി എക്സസൈസ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എക്സസൈസും കൂടെയാണ്. പക്ഷേ അതൊരു റുട്ടീനല്ല, അത് സ്ഥിരമായിട്ട് അവർ ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ശരീരത്തിന് ആവശ്യമുള്ള വ്യായാമം കിട്ടുന്നില്ല. പക്ഷേ എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ ബാക്കി വരുന്ന ഭക്ഷണവും കഴിക്കുന്നുണ്ട്, അവരത് കഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തൂടെ ഈ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ അമ്മമാർക്കും അതുപോലത്തെ പിള്ളേരുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. പിന്നെ അതിൻ്റെ പുറത്തൂടെ ഈ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണ രീതിയും കൂടെ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വേറെ അസുഖങ്ങൾ വരും. അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു ഫോർമാറ്റ്, ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. പക്ഷേ ഒരു ഹെൽത്തി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ റേഷ്യോ കൂടി നിൽക്കണം. ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനം പ്രോട്ടീനാണ്. കാരണം പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന്, ഹെയർ, നെയില്, നമ്മുടെ ബോഡിയിലുള്ള പല ഫങ്ഷൻസിൻ്റെയും ആവശ്യത്തിനുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ഇപ്പോൾ 1 ഗ്രാം കാർബും 1 ഗ്രാം പ്രോട്ടീനും നോക്കിക്കഴിഞ്ഞാൽ സെയിം കാലറിയാണ്, 4 കാലറിയാണ്. പക്ഷേ ഇതിൻ്റെ തെർമിക് എനർജി എന്ന് പറയുന്നത്, അതായത് നമ്മൾ 1 ഗ്രാം കാർബ് കഴിക്കുമ്പോഴും 1 ഗ്രാം പ്രോട്ടീൻ കഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബോഡി ഇതിൻ്റെ എനർജി റിലീസ് വരുന്ന വ്യത്യാസമാണ്. 1 ഗ്രാം പ്രോട്ടീൻ കുറച്ചുകൂടെ പെട്ടെന്ന് ബോഡി അതിനെ ഡൈജസ്റ്റ് ചെയ്യും, അതിൻ്റെ എനർജി ട്രാൻസ്ഫർ നടക്കും. കാർബോഹൈഡ്രേറ്റ് അങ്ങനെയല്ല, നമ്മുടെ ആവശ്യമായിട്ടുള്ളത് കഴിഞ്ഞിട്ട് ബോഡി പിന്നെ അതിനെ സ്റ്റോർ ചെയ്യും. പക്ഷെ പ്രോട്ടീൻ കുറച്ചുകൂടെ അതിനെ സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബോഡിക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ റേഷ്യോ കൂടുതലായിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക. നമ്മളൊരു പ്ലേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ മേജർ പോർഷനും പ്രോട്ടീൻ ആയിരിക്കണം. പ്രോട്ടീൻ എന്ന് പറയുന്നത് ചിക്കൻ, ഫിഷ്, ഇപ്പോൾ ടോഫു, പനീർ, നമ്മുടെ ദാല് വർഗ്ഗങ്ങൾ, പയർ വർഗ്ഗങ്ങൾ, അതെല്ലാം പ്രോട്ടീൻ്റെ ഒരു സോഴ്സ്. അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കുക. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ചപ്പാത്തി, ചോറ്, ഇഡലി, ദോശ, പുട്ട്, ഇവിടെ നേരെ അരിയാഹാരങ്ങൾ. ഇത് നമ്മൾ പ്ലേറ്റ് നോക്കുമ്പോൾ കുന്ന് നിറയെ ഈ കുന്ന് പോലെ ചോറും ഇച്ചിരി 2 പീസ് മീനോ അല്ലെങ്കിൽ 2 പീസ് ചിക്കനോ പിന്നെ ഇച്ചിരി മലക്കറിയും. ഇത് നേരെ റിവേഴ്സ് ചെയ്യുക. ചോറോ ചപ്പാത്തിയോ അല്ലെങ്കിൽ വോട്ടവർ അരിയാഹാരങ്ങളോ അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് നമ്മുടെ പാം സൈസിൽ നിർത്തുക. നമ്മുടെ പാം സൈസാണ് ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ്. 150 ഗ്രാം ഉണ്ടാവും അല്ലേ? 150 ഗ്രാം പോട്ടെ, 200 ഗ്രാം മാക്സിമം. ഇങ്ങനെയല്ല അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നമ്മുടെ ഒരു പാം സൈസിൽ നിൽക്കണം എന്നുള്ളതാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് 2 പാം സൈസ് കഴിക്കാം. അതുപോലെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വെജിറ്റബിൾസും ഈ പറയുന്ന പോലെ പ്രോട്ടീൻ്റെ അളവിലെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഫാറ്റ് നമ്മൾ ഈ പറയുന്ന ചിക്കൻ ആയാലും ഫിഷ് ആയാലും. വെജിറ്റബിൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇപ്പം കാർബോഹൈഡ്രേറ്റ്സ്, ബേസിക്കലി വൈറ്റമിൻസും മിനറൽസും ആണ്. ട്രേസ് എലമെന്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്. മെജോറിറ്റി എന്ന് പറയുന്നത് വൈറ്റമിൻസും മിനറൽസും ആണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ബാലൻസ്ഡ്. ഇവിടെ ബാലൻസ്ഡ് എന്ന് പറയുന്നത് ചോറിന്റെ അളവ് കൂടുതലും. വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ചിലർക്ക് വെജിറ്റബിൾസ് ഇഷ്ടമല്ല, കഴിക്കത്തില്ല. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ കണ്ണെടുത്താ കണ്ടൂടെ. അയാളായിരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ വേണ്ടതില്ല. ഈ ഭാഗം കട്ട് ചെയ്ത് എന്തായാലും കളയും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇതെല്ലാം കഴിക്കുന്ന ആളാണ്. ശരിക്കും മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പം ബേസിക്കലി ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് നിങ്ങളുടെ കൈയുടെ ഒരു പാം സൈസ് എടുക്കുക, പ്രോട്ടീൻ 2 കൈ കൊണ്ട് വാരി കഴിക്കുക, പച്ചക്കറി അതുപോലെ 2 കൈ കൊണ്ട് വാരി കഴിക്കുക. ഇതാണ് നമ്മൾ അത് ചോദിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ ചോദിക്കുക. ഇപ്പം നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഈസിലി അവൈലബിൾ പ്രോട്ടീൻസ് എന്തൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞു. ഒബിയസ്ലി എക്സ്പെൻസീവ് ആണ് ഒരു സൈഡ് നോക്കുമ്പോൾ. ഈ 2 കൈ ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു കോഴി ഉണ്ടാകും, അതൊക്കെ ഒരു നേരം കഴിക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു 200 ഗ്രാംസ് പ്രോട്ടീൻ്റെ അളവ് അല്ലെങ്കിൽ 150 to 200 ഗ്രാംസ്. പിന്നെ എത്ര പ്രോട്ടീൻ ഒരാൾക്ക് വേണം എന്നുള്ളത് ഐഡിയലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചിലവർ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരഭാരത്തിൻ്റെ 2 ഗ്രാം പ്രോട്ടീൻ. ശരീരഭാരം എന്ന് വെച്ചപ്പോൾ 150 ഗ്രാം കിലോ ഉള്ള ഒരാൾ 300 ഗ്രാം പ്രോട്ടീൻ കഴിക്കണം ഇല്ല. അവൻ്റെ ശരീരത്തിലുള്ള ബോഡി മസിൽ മാസിൻ്റെ അളവെന്ന് പറയുന്നത് ചിലപ്പോൾ പ്രോബ്ലി ഒരു 50 കിലോഗ്രാമേ മസിൽ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബോഡിയിലുള്ള ലീൻ മസിൽ മാസിൻ്റെ തൂക്കം എത്ര, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട്. അതെങ്ങനെ ഐഡന്റിഫൈ? അത് നോർമലി ഇപ്പോൾ ഒരു അത്ലറ്റിക് ഒരാളാണ്,
ഒരു നല്ല മസ്കുലറായിട്ടുള്ള ആളാണ്, ഒരു 90 കിലോ തൂക്കമുള്ള ഒരാളാണെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു കാര്യം പറയാം, എൻ്റെ ബോഡി വെയിറ്റ് 90 kg, എൻ്റെ അത്യാവശ്യം മസ്കുലറായിട്ടുള്ള ആളാണ്, എൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് ഞാൻ നോക്കുമ്പോൾ ഒരു 15%. എൻ്റെ മസിൽ മാസ് എന്ന് പറയുന്നത് പ്രോബ്ലി ഒരു 50 to 60 കിലോഗ്രാം ആയിരിക്കും മസിൽ മാസ് വരുന്നത്. അപ്പോൾ എനിക്ക് പ്രോബ്ലി ഐഡിയലായിട്ട് വരേണ്ടത് ഇതിൽ 2 കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ മസിൽ ബിൽഡിംഗ് ആണ് എൻ്റെ മെയിൻ ഫോക്കസ് എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോട്ടീൻ്റെ അളവ് കൂടണം. എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പ്രോബ്ലം എനിക്ക് 2 ഗ്രാം മതി. എനിക്കിപ്പോൾ ഉള്ള മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ലീൻ മസിൽ മാസിൻ്റെ ഇൻറ്റു 2 60 കിലോ ആണ് എൻ്റെ മസിൽ മാസ് എന്നുണ്ടെങ്കിൽ എനിക്ക് 120 ഗ്രാം 130 ഗ്രാം പ്രോട്ടീൻ മതി. എനിക്ക് കുറച്ചുകൂടെ മസിൽ ബിൽഡ് ചെയ്യണം, കുറച്ചുകൂടെ ബൾക്കപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ റേഷ്യോ നമുക്ക് പ്രോബ്ലി ഒരു 3 grams വരെ ആക്കാം. കാർബോഹൈഡ്രേറ്റ് പറഞ്ഞ പോലെ നമ്മൾ ഐഡിയലി സത്യം പറഞ്ഞാൽ 2 നേരത്തെ കാർബോഹൈഡ്രേറ്റ് മാത്രം എടുക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. വിശപ്പുള്ള 2 നേരം ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ രാത്രി ഉണർന്നിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ആ സമയത്ത് വിശപ്പ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അവർക്ക് ആ സമയത്ത് കാർബ് എടുക്കാം. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കാർബോഹൈഡ്രേറ്റ് കഴിക്കരുതെന്ന് പറയുന്നത്, ഒരു ദിവസം നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ ഇത്ര ഗ്രാം പ്രോട്ടീൻ വേണം, ഇത്ര ഗ്രാം കാർബ് വേണം, ഇത്ര ഗ്രാം ഫാറ്റ് വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡെപ്പോസിറ്റിലേക്ക് പോകും. അതിൽ അങ്ങനെ ഒരു സയൻസ് എവിഡൻസ് ഒന്നുമില്ല. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എന്നുള്ളതല്ല, നമുക്ക് വിശപ്പുള്ള സമയത്ത് കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. നമ്മുടെ എനർജി എനർജി നമ്മൾ ഉണർന്നിരുന്ന് ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് വിശപ്പ് കൂടാനുള്ള നമ്മൾ ആ സമയത്ത് ബിഞ്ച് ഈറ്റിങ്, നമുക്ക് ചിലപ്പോൾ അത് കാണുന്ന പിറകെ കഴിക്കാനുള്ള ഒരു സ്വഭാവം കാണും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. ഉച്ചയ്ക്ക് അധികം ആക്ടിവിറ്റി ഇല്ല, വെറുതെ റെസ്റ്റിംഗ് ടൈമാണ്, ആ സമയത്ത് നമ്മൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ചോറോ ചപ്പാത്തി എന്താണോ ആ സമയത്ത് കഴിക്കുന്നത് അത് രാത്രിത്തേക്ക് ആക്കുക. രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന ഒരാളാണ്, വേറെ ജോലിയൊന്നുമില്ല, അയാൾക്ക് രാത്രി സത്യം പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യമില്ല. ആ ഒരു കാര്യങ്ങളും കൂടെ നമ്മുടെ മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുപോകാൻ പറ്റും. എഗെയിൻ പിന്നെയും ഒരു സംഭവം ഉള്ളത്, ഈ പ്രോട്ടീൻ കഴിക്കണം, ചിക്കൻ പ്രോട്ടീനാണ്, എന്നാൽ പിന്നെ എല്ലാ ദിവസവും ചിക്കൻ ഫ്രൈ കഴിച്ചാലോ അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ല, അതിന് പകരം ഇപ്പോൾ കുറച്ചുകൂടെ ഓൾട്ടർനേറ്റീവ്സ് അല്ല, പല ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഷവായ അൽഫാം എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് പലപ്പോഴും പോകുന്നുണ്ട്. ചിക്കൻ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും ഫ്രൈ കഴിക്കുന്നത് നല്ലതല്ല. നമ്മൾ വീട്ടിലെ എണ്ണ പോലെയല്ല പുറത്തെ എണ്ണ. പുറത്ത് എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്തിട്ടുള്ള നമുക്ക് വേറെ പല അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ഇപ്പോൾ ഫ്രൈ കഴിക്കുന്നതിൽ എതിരൊന്നുമല്ല, മാസത്തിൽ 1-2 ദിവസം ഫ്രൈ കഴിക്കാം. പക്ഷേ ഐഡിയലി നമ്മൾ അവിച്ച് ചിക്കൻ തന്നെ കഴിക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കറി വെച്ച് ചിക്കൻ കഴിക്കുക. ഈ ഗ്രേവിയിലുള്ള കാലറീസ് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗ്രേവി കഴിയുന്നതും അതൊരു ടേസ്റ്റ് എലമെൻ്റ് എന്നുള്ള കൺസിഡറേഷനിൽ എടുക്കുക. പീസ് മാത്രം എടുത്ത് കഴിക്കുക. ചിക്കൻ കഴിക്കാൻ പറ്റിയത് ഏറ്റവും നല്ല ഏത് അവസ്ഥയിലാണ് ചിക്കനെ കഴിക്കാൻ പറ്റിയത്? വേവിച്ച അവസ്ഥയാണോ, അൽഫാമായിട്ടാണോ, അതോ ചിക്കൻ ഫ്രൈ ആണോ, KFC ആണോ? അവസാനത്തായിരിക്കും ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. അല്ല, നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴേ വെറുത്ത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അവിച്ച ചിക്കൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിബിൾ ഒന്നുമല്ല. പക്ഷേ ഫ്രൈ ചിക്കൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും കഴിക്കുന്നത് ഹെൽത്തി അല്ല. ഇപ്പോൾ KFC എല്ലാ ദിവസവും ഹെൽത്തി ആണോ? അല്ല, ഡീപ്പ് ഫ്രൈഡ് ആണ്. അപ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്ത എലമെൻറ്റിലേക്ക് പോകാതെ കറി വെച്ച ചിക്കൻ നമുക്ക് കഴിക്കുന്നതിൽ തെറ്റില്ല. ഒരു 3 പീസോ 4 പീസോ ചിക്കനായിട്ട് തന്നെ കഴിക്കുക. ഗ്രിൽഡ് ഫോം കുഴപ്പമൊന്നുമില്ല. ഈ പുറത്തുള്ള ഗ്രിൽഡിൻ്റെ അല്ലെങ്കിൽ ഷവായിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഈ പുറത്ത് എണ്ണ ബ്രഷ് ചെയ്യും. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പറയാം, ഈ പുറത്ത് എണ്ണ ബ്രഷ് ചെയ്യണ്ട. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന മയണൈസ് വിചാരിക്കുന്നതിൻ്റെ അത്ര പ്രശ്നക്കാരൊന്നുമല്ല. ഈ പുറത്തെ മയണൈസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഈ സൺഫ്ലവർ ഓയിൽ ഒരുപാട് ഇട്ടിട്ടാണ് അവർ ഈ മയണൈസ് ഉണ്ടാക്കുന്നത്. ആക്ച്വലി മയണൈസ് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാം. അപ്പോൾ പുറത്തുള്ള മയണൈസ് അത്ര ഹെൽത്തി ഒരു ഓപ്ഷൻ അല്ല. ഷവായോ ഗ്രിൽഡ് ഫോമിലോ തന്തൂർ ഫോമിലോ ഒക്കെ കഴിക്കുന്നതിൽ നമ്മുടെ ഈ മയണൈസ് വീട്ടിലുണ്ടാക്കാന്ന് പറഞ്ഞു, അത് എങ്ങനെയാന്ന് പറഞ്ഞുതരാൻ? അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ സൺഫ്ലവർ ഓയിലിന് പകരം ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ ആക്ച്വലി നോട്ട് ദാറ്റ് ഹെൽത്തി അല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു. പൊതുവെ ഓയിലിന് ഒരു കാലറി കൂടുതലുണ്ട്, അത് മനസ്സിലായി. ഈ കാലറി എന്നുള്ള കോൺസെപ്റ്റ് അല്ല, അത് ഈ ഇവർ ചിലപ്പോൾ റീയൂസ് ചെയ്ത എണ്ണയായിരിക്കും യൂസ് ചെയ്യുന്നത്. നമുക്ക് അറിയത്തില്ല ഇവർ കടയിൽ എന്താണ് യൂസ് ചെയ്യുന്നത്. രാവിലെ പപ്പടം വറുത്തതിന്റെ ബാക്കി എണ്ണ വെച്ചിട്ടായിരിക്കും മയണൈസ് അടിച്ചത്. നമുക്ക് പറയാൻ പറ്റില്ല. ഒലിവ് ഓയില്, പിന്നെ മുട്ട, പിന്നെ ഗാർലിക് ആഡ് ചെയ്യുന്നവർ ഗാർലിക്, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ബേസിക്കലി നോക്കി ഒരു ഹെൽത്തി കോൺസെപ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നില്ലേ? കടകളിൽ ആഡ് ചെയ്യും. ഇത് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ നോക്കി ഇതെല്ലാം ഹെൽത്തി സാധനങ്ങളാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ബർഗറിലുള്ള ബണ്ണ് ഹെൽത്തിയാണ്, ബർഗറിലുള്ള ബർഗർ പാറ്റി ഹെൽത്തിയാണ്, ബണ്ണ് അല്ല. അതിനെല്ലാം ഒരുമിച്ച് വെക്കുമ്പോൾ ഹെൽത്തി. എങ്ങനെ? ഇടയ്ക്കൊരു വീഡിയോ കണ്ടേ, നിങ്ങൾക്ക് ബർഗർ കഴിക്കാൻ ആഗ്രഹം, ഒരു കടയിൽ പോയി ബർഗർ ആ ബർഗർ മൊത്തത്തിൽ കഴിയുക. ഈ ബർഗറിൻ്റെ 2 ബണ്ണില്ല, ഒരു ബൺ മാറ്റ്.
അതിലുള്ള വെജിറ്റബിൾസും പാറ്റിയും ഒരു ബണ്ണുമായിട്ട് കഴിച്ചു. അപ്പോൾ അത്രയും ഒരു ബണ്ണിൻ്റെ കാലറി കുറഞ്ഞിരിക്കും. നാളെ മുതൽ ഒരു ബണ്ണിനെ കഴിക്കാൻ പോലെ സിംഗിൾ ബൺ ബർഗർ. പിന്നെ മിക്കവാറും നല്ല ബർഗർ കിട്ടുന്ന കടകളിലൊക്കെ അവർ ഈ അവരുടെ ബർഗറിൻ്റെ പാറ്റി എന്ന് പറയുന്നത് ബേക്ക്ഡ് ആയിരിക്കും, ഡീപ്പ് ഫ്രൈഡ് ആയിരിക്കത്തില്ല. നമ്മൾ ഭക്ഷണം ഏതെടുത്തു കഴിഞ്ഞാലും കടകളും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽത്തി. കറക്റ്റ്. ഒന്നുകിലും നല്ല സ്ഥലത്ത് പോയി കഴിക്കുക, അത് മനസ്സിലാക്കി കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. അത് കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല, മനസ്സിലാക്കി ചെയ്താൽ മതി. മൈൻഡ്ഫുൾ ഈറ്റിംഗ്. എങ്ങനെയാണ് ഈ പൊറോട്ട ഹെൽത്തി ആണോ? ഹെൽത്തി ആണെങ്കിൽ തട്ടുകടയിൽ പൊറോട്ടയും 5 സ്റ്റാറിലെ പൊറോട്ടയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? പൊറോട്ട എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ഭക്ഷണമാണ്, അത്രയേ ഉള്ളൂ. അത് ഭയങ്കര ഇത് മൈദയുള്ള സംഭവമാണ്, അതുകൊണ്ട് മൈദ എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, അത്രയേ ഉള്ളൂ. ഗോതമ്പിൻ്റെ ഏറ്റവും റിഫൈൻഡ് ഫോമാണ് മൈദ. മൈദ ഇന്ന് കഴിച്ചോണ്ട് അത് ചിലർ മൈദ അത് വയറ്റി കിടന്ന് പെരുകുന്നു, അങ്ങനെ ഒന്നുമില്ല. എന്തും അത് പെരുമ്പാവോ? ഇതെല്ലാം ഈ ഞാൻ പറഞ്ഞില്ല റെഗുലർ ബേസിൽ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നമായി. മാസത്തിലൊരു 2 പൊറോട്ട കഴിച്ചെന്ന് വെച്ചാൽ എന്ത് പറ്റാ, ഒന്നും പറ്റാവുന്നില്ല. ജിമ്മിൽ പോകണമെന്ന് വിചാരിക്കും, പക്ഷേ പലരും പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി 9 to 5 ആണ്. രാവിലെ ഞാൻ ഇത്ര മണിക്ക് പോകുന്നു, ഓഫീസിലെ ജോലി, അത് കഴിഞ്ഞിട്ട് 5 മണിക്ക് ഇറങ്ങുന്നു. 5 മണിക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ആകെ ടയർഡായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ജിമ്മിൽ പോകാൻ ടൈം കിട്ടാറില്ല. രാവിലെ തന്നെ ജിമ്മിൽ പോയാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി ഉണ്ടാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ശരീരത്ത് പിടിക്കുകയുള്ളെന്നോ, അല്ലെങ്കിൽ വൈകുന്നേരം പോകുന്നത് അൺഹെൽത്തി ആണെന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? അതോ നമുക്ക് ഏത് ടൈം വേണമെങ്കിലും പോകാവോ? എനി ടൈം വർക്കൗട്ട് ടൈം എന്നുള്ളതാണ്. അതായത് നമുക്ക് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത്. ഇപ്പോൾ ഉള്ള മിക്ക ജിമ്മുകളും രാവിലെ തുടങ്ങി രാത്രി ക്ലോസ് ചെയ്യുന്ന ജിമ്മുകൾ ഒരുപാടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന സമയത്ത് എനിക്ക് പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും. എനിക്ക് രാവിലെ പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല, വൈകിട്ട് പോയി ചെയ്യണം. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക് പോയി ചെയ്യണം. ഇത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം കൂടെയാണ് കേട്ടോ. ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതൊരു സിസ്റ്റമാക്കി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതൊരു സിസ്റ്റം ആവുമ്പോൾ നമുക്ക് ഏത് സമയത്തും വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിൽ നമുക്കത് മനസ്സിലാവും. പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലി ഒരു മാസമൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അതൊരു സിസ്റ്റമാക്കി വരും. പിന്നെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ചിലവർക്ക് ഈ ബോഡി പെയിൻ വരും. ആ ബോഡി പെയിൻ എന്ന് പറയുന്നത് അത് ജിമ്മ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഈ നല്ല പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ട് ചെയ്തൊക്കെ ചെയ്തു തരാണെങ്കിൽ പിറ്റേ ദിവസം ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കൊന്നും വരത്തുന്നില്ല. ചെറിയൊരു മസിൽ സോർനെസ് ഒക്കെ വരാം. അതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാത്തൊരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ശരീരം അക്സെപ്റ്റ് ചെയ്യണം. ഈഗോ ഒരു സ്ഥലത്ത് നല്ലതല്ല, എസ്പെഷ്യലി ജിമ്മിൽ ഒട്ടും നല്ലതല്ല. അപ്പോൾ ഈ ഈഗോ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളത്. നമ്മുടെ ശരീരം എന്താണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. നാളെ നമുക്ക് അർണോൾഡ് ഷ്വാസ്നഗറോ അല്ലെങ്കിൽ നമുക്ക് ജോൺ അബ്രഹാമോ സൽമാൻ ഖാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫീമെയിൽ ആണെങ്കിൽ അവർ ഐഡലൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷൻ കൊണ്ടൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ ഇന്ന് പോയി നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ആരംഭ ശൂരത്വം എന്ന് പറയുന്നില്ലേ, ഇന്ന് പോയി എനിക്കിത് നാളെ, ഇതൊരു കൺസിസ്റ്റൻറ്റ് പ്രോസസ്സാണ്. ഇതിൽ നമ്മൾ ആ ഒരു സൈക്കിളിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിസൾട്ട് വരും. ടേക്ക് ഇറ്റ് സ്ലോ. പിന്നെ ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല, എനിക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യണം. 1-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം സാർ. ഈ 1-ാം തീയതി ഏത് 1-ാം തീയതി എന്നുള്ളതാണ്. ഞാൻ ജിമ്മിൽ പോകുമ്പോൾ എനിക്ക് ജിമ്മിലോട്ട് പോകുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. അതായത് ജിമ്മെന്ന് ചിന്തിക്കാനേ എനിക്ക് പറ്റുന്നില്ല. നമ്മൾ തമ്മിലുള്ള ചലഞ്ച് വെച്ചിട്ടുണ്ട്, അത് വേറൊരു കാര്യം. അതൊക്കെ മറന്നു, അതൊക്കെ ഒരു മാസം കഴിയുമ്പോൾ പോയി. എന്നാലും ഈ ജിമ്മിലോട്ട് പോകാന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പൊളിച്ചിട്ട് എനിക്കത് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ്, എൻ്റെ മൈൻഡിനെ അങ്ങനെ മാറ്റി എടുത്തിട്ട് ഞാൻ എന്നെ പുഷ് ചെയ്താണ് പോകുന്നത്. ആ പോകുന്ന ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്ന വഴിക്ക് ഞാൻ ആനന്ദ് ബ്രോയെ പലതവണ വിളിച്ചിട്ടുണ്ട്. അത് തൗഫീഖ് ബ്രോ ആസ് എ പേഴ്സൺ യു ആർ ഗെറ്റിംഗ് മെന്റലി സ്ട്രോങ്ങർ ഓൾസോ. എക്സസൈസ് എന്ന് പറയുന്നത്, വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനാണ്. ജിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പം എന്ന് പറയുന്നത് ഫിസിക് ട്രാൻസ്ഫോർമേഷൻ അല്ല. യു ആസ് എ പേഴ്സൺ യു ആർ ഗോയിങ് ടു ട്രാൻസ്ഫോം മെന്റലി ആസ് വെൽ ആസ് ഫിസിക്കലി എന്നുള്ളതാണ്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. എനിക്കിപ്പോൾ ജിമ്മിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. ലൈക്ക് ഇപ്പോൾ ജിമ്മിൽ പോയി കഴിയുമ്പോൾ ഒരു ഭയങ്കര റിഫ്രഷിങ്, ഭയങ്കര എനർജി കിട്ടുന്നൊരു ഫീലാണ്. ഇപ്പം ജിമ്മിൽ പോകാത്തൊരു ദിവസം അയ്യോ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല എന്നൊരു വിഷമം വരുന്നുണ്ട് ഇപ്പം. സോ ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നുണ്ട് ജിമ്മിൽ പോകുന്നത്. ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാവും. ഇപ്പോൾ എല്ലാവർക്കും സ്ട്രെസ്സുള്ള ലൈഫ് സ്റ്റൈലിൽ കൂടെയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് എല്ലാവർക്കും ടെൻഷനുണ്ട്, വർക്ക് പ്രഷറുണ്ട്, ഫാമിലി ഷെയർ പ്രഷറുണ്ട്. ഇതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്
ഈ ഒരു വെൻഡ് ഔട്ട് വഴിയാണ്. വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു വെൻഡ് ഔട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലൊരു ബാലൻസ് വരും. പിന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ പോലത്തെ പല സിറ്റുവേഷനിൽ നിന്നും നമുക്ക് പുറത്തു വരാനും വർക്കൗട്ട് വഴി നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നത് ഒരു തെറാപ്പിക്ക് തുല്യമായിട്ടുള്ളൊരു 100% സാധനമാണ്. തെറാപ്പിയാണ്. ദിസ് ഇസ് ദ തെറാപ്പി. ജിമ്മിൽ അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റി, ഒരു വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ രാവിലെ ഓടാൻ പോകുന്ന ഒരാൾ നിസ്സാരം, ആ ഒരു സമയം മാത്രമേ ആ പുള്ളി അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ജിമ്മിൽ നിൽക്കുന്ന വർക്കൗട്ട് ചെയ്യുന്ന സമയം മാത്രമാണ് ബേസിക്കലി നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ വേറെ ആർക്കോ വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ജോലി ഓക്കെ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും മറ്റുള്ളവർക്ക് നമ്മൾ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെ, ശരിയാണ്. ഇപ്പൊ പറഞ്ഞു ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതിനെയൊക്കെ ഒരു പരിധി കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള സാധനം പറഞ്ഞു. സയന്റിഫിക്കലി അതിൻ്റെ ഒരു സാധനങ്ങൾ പറയാമോ? ഇപ്പോൾ പല ഡിപ്രഷൻ, ആൻസൈറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല. പലർക്കും എന്തുകൊണ്ടാണ് അവരുടെ മൂഡ് സ്വിങ്സ് വരുന്നത്, പല റീസൺസ് കൊണ്ടായിരിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ബ്ലഡ് പാരാമീറ്റർ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് വൈറ്റമിൻ ഡി കുറവാണ്, B12 കുറവായിരിക്കും. ഈ ഒരു റീസൺസ് കൊണ്ട് നമുക്ക് നമ്മുടെ മൂഡ് ഫ്ലക്ച്വേഷൻസ് വരും. വർക്കൗട്ട് ചെയ്യുന്ന വഴി ഇതിലൊരു ബാലൻസും കൂടെ കൊണ്ടുവരാൻ പറ്റും. പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ എടുക്കുന്ന വഴി ഈ ഒരു വാല്യൂസിൽ നമുക്ക് വ്യത്യാസം കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ പറ്റും. നമ്മുടെ വൈറ്റമിൻ ഡി ലെവൽസ് ആയാലും B12 ലെവൽസ് ആയാലും നമുക്കൊന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ലെവൽസിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന വഴി മെയിനായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ എൻഡോർഫിൻസ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞു, എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യും. അതുവഴി നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷനിൽ നിന്നും മോചനം കിട്ടാനും പറ്റും. ഇത് റീസെൻ്റ്ലി ഉള്ളതല്ല, ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ മുമ്പേ എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സിൽ ഉള്ള സാധനമുണ്ട്. ഡിപ്രഷൻ, ആൻസൈറ്റിയിൽ നിന്നൊക്കെ നമുക്ക് റിലീഫ് കിട്ടും എന്നുള്ളത്. ഈ എൻഡോർഫിൻസ് റിലീസ് ആവുന്നതിൻ്റെ ഒരു മേജർ സാധനം നമ്മളൊരു സാധനം അച്ചീവ് ചെയ്യുമ്പോഴാണല്ലോ. ലൈക്ക് ഇപ്പോൾ വർക്കൗട്ട് ജിമ്മിൽ പോകുമ്പോൾ ഒരു 4 സെറ്റ് വർക്കൗട്ട് ഹൈ ഫീൽ. ഞാൻ 4 സെറ്റ് തീർത്തു, അതൊരു ഭയങ്കര സന്തോഷം. അപ്പം തന്നെ മൊമെന്റ് Leg day ഈ വെള്ളം അടിക്കുന്ന ആൾക്കാരിൽ ഒരു ഹാപ്പിനെസ് ചിലപ്പോൾ കാണാറില്ലേ? വെള്ളം അടിച്ച് കഴിയുന്ന പിറ്റേ ദിവസം പോകായിരിക്കും. അതിൻ്റെ മെയിൻ കാര്യം വെച്ചാൽ ബോഡിയിൽ വരുന്ന ഡീഹൈഡ്രേഷനാണ്. നമ്മൾ മദ്യപിക്കുന്ന സമയത്ത് ഡീഹൈഡ്രേഷനെ പറ്റി ആലോചിക്കുന്നില്ല. അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ സമൂഹം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രശ്നമാണ്. പ്രോപ്പറായിട്ടുള്ള വാട്ടർ ഇൻടേക്ക് ഇല്ല. ഹൈഡ്രേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽസ് താഴോട്ട് പോകും. നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ മദ്യപാനത്തിൻ്റെ കാര്യം പറഞ്ഞത്, നമുക്കൊരു വരുന്ന അഡ്രിനാലിൻ റഷ് ഇല്ലേ, ആ അഡ്രിനാലിൻ റഷ് നമുക്ക് ഒരു സാധനത്തിൻ്റെയും ഉപയോഗമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് വർക്കൗട്ട് വഴിയാണ്. ഇപ്പോൾ വെള്ളം കുടിക്കുന്ന സംഭവം പറഞ്ഞു. ലൈക്ക് പല കണക്കുകളും പലയിടത്ത് നോക്കുമ്പോൾ ഒരു 6 ഗ്ലാസ് കുടിക്കണം, 2 ലിറ്റർ കുടിക്കണം. ലൈക്ക് അക്കോർഡിംഗ് ടു എത്ര ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ഇൻടേക്ക് ഒരാൾക്ക്? അതും ബോഡി ടൈപ്പും ബേസ് ചെയ്തായിരിക്കുമല്ലോ. അത് നമ്മുടെ ശരീരഭാരത്തിൻ്റെ നമ്മുടെ ബോഡി 65 to 70% ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ടർ. 20 കിലോ ഓരോ നമ്മുടെ ശരീരത്തിൻ്റെ 20 കിലോയ്ക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളം എന്നുള്ളതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു റൂള്. ഓവർ വെള്ളം കുടിച്ചാൽ നമുക്ക് ഹൈപ്പറീമിയ എന്ന് പറയുന്നൊരു ടെൻഡൻസി. ഹൈപ്പറീമിയ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി എക്സസ് ആയിട്ടുള്ള വൈറ്റമിൻസിനും മിനറൽസിനെയും ഫ്ലഷ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹൈപ്പറീമിയ. അപ്പോൾ അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് എത്ര, ഞാൻ പറഞ്ഞ 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള കോൺസെപ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ജിമ്മിൽ പോകുമ്പോൾ ഉള്ള മറ്റൊരു ഭീകരമായൊരു മിത്താണ് നമ്മളെ ഈ ടാർഗറ്റ് ചെയ്ത് സൈസ് കുറയ്ക്കുക എന്നുള്ളത്. അതായത് വയറ് കുറയാൻ ഏത് എക്സസൈസ് ആണോ ഉള്ളത് മഷ എന്ന് ചോദിക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ചോദ്യമുണ്ട്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതൊരു മിത്താണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി അനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം കൊഴുപ്പും മാറുന്നത് പോലെ അതിൻ്റെ ഏറ്റവും അവസാനം പോകുന്നൊരു സംഭവമായിരിക്കും നമ്മുടെ വയറിലും അതിന് ചുറ്റുമുള്ള ഭാഗത്തിലെ കൊഴുപ്പ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ വയറിന് വർക്കൗട്ട് ചെയ്യണം. വയറിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വയറിലുള്ള മസിൽസിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ പുറത്തുള്ള ഫാറ്റ് കുറയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ന്യൂട്രീഷനിൽ കുറേ ഓൾട്രേഷൻസ് വരുത്തണം. അത് കാലറി ഡെഫിസിറ്റിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതില്ല. അതായത് പട്ടിണി കിടന്നാലേ നമുക്ക് 6 പാക്ക് കിട്ടൂ എന്നുള്ള കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ തെറ്റാണ്. നമുക്ക് ഒരു ഇൻഡ്യൂസ്ഡ് കാലറി ഡെഫിസിറ്റിലേക്ക് വരാം. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറച്ച് കാലറി ഡെഫിസിറ്റ് വരും, എനർജി റിലീസ് സംഭവിക്കും. അപ്പോൾ അതുവഴി കുറേ കാലറി ഡെഫിസിറ്റ് നമ്മൾ അങ്ങനെ പരിശ്രമിച്ച് കാലറി കുറയ്ക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ പട്ടിണി കിടന്ന് കുറയ്ക്കുന്നത് വഴി നമുക്ക് പറയുന്ന പോലെ, പ്രത്യേകിച്ച് അതും ഈ പട്ടിണി കിടന്ന് കുറയ്ക്കുന്നില്ലേ, അതും ആക്ച്വലി ഒരു സ്ട്രെസ്സാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു ഞാൻ പട്ടിണി കിടന്ന് കുറച്ചൊന്നും പറഞ്ഞില്ല. വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു പ്രാരാബ്ധമാവരുത്.
മനസ്സിലായി, അതൊരു ബോറടി സംഭവമായിട്ട് മാറുക. ഈ ന്യൂട്രീഷനിൽ നമ്മൾ ഇൻ്റലിജൻറ്റ്, ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. വർക്കൗട്ട് ചെയ്യുന്ന വഴി അങ്ങനെ കുറയുന്ന കാലറി കുറയട്ടെ. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ കൂടുതൽ ഭക്ഷണം കഴിക്കാം, ബാക്കിയുള്ളവരെ പോലെ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റിലേക്ക് സ്പോട്ട് റിഡക്ഷൻ സത്യം പറഞ്ഞാൽ പോസിബിൾ അല്ല. സൗഫിക്ക് പറഞ്ഞ പോലെ തന്നെ സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ ആയിട്ടുള്ള സർജിക്കലി മാത്രമാണ്. നമുക്ക് ഒരു ഭാഗം മാത്രം സ്പെസിഫൈ ചെയ്ത് കുറയ്ക്കാനായിട്ട് പോസിബിൾ അല്ല. അവിടുത്തെ മസിൽസിനെ ടോൺ ചെയ്യിപ്പിക്കാം. പക്ഷെ പുറത്തെ ഫാറ്റ് കുറയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ഫാറ്റ് ബേണിങ്ങിലേക്ക് നമുക്ക് പറ്റും. ഈ ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല ഭക്ഷണം എന്തായിരിക്കും? ലൈക്ക് പ്രോട്ടീൻ ആണോ അതോ കാർബാണോ? എന്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാം? ഈ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ഭക്ഷണത്തിനും ഓരോ തെർമിക് എനർജിയാണ് നമ്മുടെ. അപ്പോൾ പ്രോട്ടീന് തന്നെയാണ് തീർച്ചയായിട്ടും കുറച്ചുകൂടെ പെട്ടെന്ന് ബേൺ ഔട്ട് ചെയ്യാനുള്ള ഈ അമിതമായ അമൃതം വിഷം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാലും എക്സസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് കാലറീസ് ആണ്. ആ കാലറീസ് ബോഡിയിൽ ഫാറ്റായിട്ട് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക എന്നുള്ളത് സത്യം തന്നെയാണ്. കാര്യം പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മസിലിൻ്റെ ഫ്യൂലാണ്. നമ്മുടെ ബോഡിയുടെ മെയിൻ ഫ്യൂൽ എന്ന് പറയുന്നത് പ്രോട്ടീനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാറ്റ് ബേണിംഗ് ജേർണി കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഒന്നും കട്ട് ചെയ്യണ്ട, റേഷ്യോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക. ഒരു പാത്രത്തിൽ ചോറും ഒരു കയ്യിൽ ചോറും 2 കയ്യിൽ ചിക്കൻ. അല്ല, ഈ ഒരു കാലം ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ വിശപ്പ് വരും. നമുക്ക് അങ്ങനെ ആഹാരം കഴിക്കാം. പക്ഷെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് വർക്കൗട്ട് വഴി. ഒട്ടും വർക്കൗട്ട് ചെയ്യാത്തവർ അങ്ങനെയുള്ളവർ കഴിക്കുന്നവരുണ്ട്. അതിനാണ് നമ്മൾ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്നത്. ബിഞ്ച് ഈറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഈറ്റിംഗ് ഡിസോർഡറാണ്. ബിഹേവിയറൽ തെറാപ്പിസ്റ്റിനെ കണ്ട് സത്യം പറഞ്ഞ് ട്രീറ്റ് ചെയ്യേണ്ട സംഭവമാണ്. ഒരു ബോഡി നാച്ചുറലി ട്രാൻസ്ഫോം ആവാൻ, അതായത് വർക്കൗട്ട് ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ച് ട്രാൻസ്ഫോം ആവാൻ വേണ്ടൊരു ടൈം, ഇപ്പം ചിലപ്പം 6 മാസം കൊണ്ടാവാം, 1 വർഷം കൊണ്ടാവാം, 5 വർഷം കൊണ്ടാവാം. അപ്പോൾ അതിന് ഒരു സേഫായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം ഉണ്ടോ? ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരുപാട് പേരുടെ ആവശ്യം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ഒരുപാട് പേരുടെ ആവശ്യമാണ്. ഇപ്പോൾ 1 മാസം കൊണ്ട് 10 കിലോ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. നമുക്ക് പറ്റാത്തൊരു സാധനോട് തലയിൽ വെച്ച് പ്രയത്നിക്കുന്നതിനെക്കാട്ടും നമ്മൾ വെറുതെ നമുക്ക് ഡിപ്രഷനിലേക്ക് പോകും. അച്ചീവബിൾ ആയിട്ടുള്ള ഗോള് വയ്ക്കുക. നമുക്ക് 1 മാസം 2 കിലോ കുറയ്ക്കണം, പറ്റും. 3 കിലോ കുറയ്ക്കും, പറ്റും. 10 കിലോ പറ്റുമായിരിക്കും. ഈ പറഞ്ഞ പോലെ പട്ടിണി കളയേണ്ടി വരും. ഇപ്പോൾ 150 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് അയാൾക്ക് എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യാം? 1 മാസം എന്ന് പറയുന്നത് ഒരു 3 കിലോ സെറ്റ് ചെയ്യാം. ഗ്രാജുവലി വരുമ്പോൾ ഈ വെയിറ്റ് ട്രെയിനിങ് കൂടെ ചെയ്യുകയാണ്. അയാളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആ സ്ത്രീയോ പുരുഷൻ്റെ ശരീരത്തിൽ മസിൽ മാസും കൂടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ മെൻ്റലി ഫിസിക്കലി ഹി ഓർ ഷീ ഈസ് ഗെറ്റിംഗ് സ്ട്രോങ്, അറ്റ് ദ സെയിം ടൈം ദേ ആർ ബേണിംഗ് ഫാറ്റ് ഫ്രം ദ ബോഡി എന്നുള്ളതായിരിക്കണം കോൺസെപ്റ്റ്. ഒരു 6 മാസം കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. അപ്പിയറൻസ് വൈസ് ഞാൻ പറഞ്ഞ പോലെ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ, ഇറ്റ്സ് ഓൾസോ യുവർ മെൻ്റൽ ചേഞ്ച്. ഒരു 120 അല്ലെങ്കിൽ 130 കിലോ ഉള്ള ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവർക്കെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ പോലെ മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ കൂടെ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഗോൾ കൂടെ നമ്മൾ അവരുടെ ആസ് എ ട്രെയിനർ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ല അവർക്ക് നിങ്ങൾ 20 കിലോ 2 മാസം കൊണ്ട് കുറയ്ക്കാൻ അവർ ചിലപ്പോൾ ശ്രമിക്കും, ട്രെയിനർ പറഞ്ഞത്, പക്ഷേ ഇട്ടിട്ട് പോകും. വീണ്ടും അവരൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ഗോൾസ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇതൊരു ടൈം കൺസ്യൂമിങ് സാധനമാണ്. കാരണം മസിൽ എന്ന് പറയുന്നത് പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. സ്ത്രീകളിൽ ഒരുപാട് ഞാൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വലിയ ബൈസെപ്സ് വരും, ഒരിക്കലും വരില്ല. ഇച്ചിരി മെനക്കെടണം. നമ്മൾ 1 വർഷം നാച്ചുറലി നമ്മൾ ഒരു വേറെ സ്റ്റിറോയിഡ്സോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ നല്ല ഭക്ഷണവും കഴിച്ച് നല്ല റെസ്റ്റൊക്കെ എടുത്ത് അത്യാവശ്യം നല്ല വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ശരാശരി ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ 1 കിലോ മുതൽ 2 കിലോ മസിൽ മാസ് മാത്രമേ വയ്ക്കത്തുള്ളൂ. 2 കിലോ മസിൽ 1 വർഷം. 10 കിലോ വെയിറ്റ് കയറ്റാനോ എത്ര സമയം വേണം? നല്ല കുത്തിയിരുന്ന് കഴിയുകയാണെങ്കിൽ അല്ലേ 1-2 ആഴ്ച കൊണ്ട് തന്നെ സെറ്റ് നമുക്ക് 5 കിലോ 6 കിലോ കയറ്റാൻ പറ്റും. പക്ഷെ മസിൽ അങ്ങനെയല്ല. മസിൽ ഇറ്റ് ടേക്സ് ടൈം ടു ബിൽഡ്. പക്ഷെ നമുക്ക് അതുവഴി കിട്ടുന്ന സ്ട്രെങ്ത് ഗെയിൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷനലി കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് മസിൽ ബിൽഡ് ചെയ്യണ്ട എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ പെട്ടെന്ന് വരില്ല. മസിൽ സമയമെടുക്കും. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. സമയമെടുക്കും.
എനിക്ക് ഒരുപാട് ബൾക്ക് വരില്ല. ആദ്യം ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുക. ദിസ് എ മാരത്തോൺ റേസ്. നമുക്ക് ഇന്നോ നാളെയോ കൊണ്ട് പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പലർക്കും വെയിറ്റ് ലോസ് ജേർണി. അപ്പോൾ വെയിറ്റ് ലോസ് ജേർണിയിൽ പലർക്കും പറ്റുന്ന അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു റിയലിസ്റ്റിക് അല്ലാത്തൊരു ഗോൾസ് സെറ്റ് ചെയ്യും. എനിക്ക് ഒരു മാസം കൊണ്ട് 10 കിലോ കുറയും. പറ്റും, ഞാൻ പറഞ്ഞ പട്ടിണി കിടക്കേണ്ടി വരും. പക്ഷേ ഹെൽത്തി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസത്തെ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യും. ഒരു മാസം 3 കിലോ വെച്ച് നോക്കുക, പറ്റും. 6 മന്ത്സിൽ നമുക്ക് 18 കിലോ എന്ന് പറയുന്നത് നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. നമ്മൾ അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറ്റും. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ പൊതുവേ ഇതിനകത്ത് കറങ്ങി നടക്കുന്ന സംഭവങ്ങളാണ് ഈ സപ്ലിമെൻ്റ് എടുത്താലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഗ്രോത്ത് ഹോർമോൺസിൻ്റെത്. ഇത് ആക്ച്വലി ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതാണോ? ഇങ്ങനെ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ബോഡി ബിൽഡിങ് ചെയ്യുന്നവർക്ക് അവർക്ക് ചിലപ്പോൾ പല സ്റ്റേജിലും അത് ആവശ്യമായിരിക്കാം. പിന്നെ എടുക്കുന്നവരും ഇല്ലാത്തവരും നാച്ചുറൽ ബോഡി ബിൽഡേഴ്സ് ഉണ്ടാവും, അല്ലാതെ ഉണ്ടാവും. പിന്നെ ഈ പ്രോട്ടീൻ അതൊരു ആർക്കൊക്കെ എടുക്കാം എന്നുള്ളൊരു സേഫ് ആയിട്ടുള്ളൊരു സൈഡിൽ നിന്ന് ഈ പ്രോട്ടീൻ എന്ന് പൊതുവെ പറയും. ഇപ്പോഴാണ് അതിനെ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും പറഞ്ഞോളൂ. പ്രോട്ടീൻ മറ്റേത് പൊടി എന്നൊക്കെ പൊടി അടിക്കണം. എൻ്റെ അടുത്ത് ഒരു പേഴ്സണലി ഒരാൾ ചോദിക്കുകയാണ്, ചേട്ടാ ഏറ്റവും നല്ല 2 സപ്ലിമെൻറ്റ്സ് എനിക്ക് എടുക്കാൻ പറ്റുന്ന 2 സപ്ലിമെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേ പ്രോട്ടീനും ക്രിയാറ്റിനും. 2 നല്ല സപ്ലിമെൻറ്റ്, സയൻറ്റിഫിക്കലി ഒരുപാട് റിസർച്ചസ് പ്രൂവൺ ആയിട്ടുള്ള. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ എടുക്കേണ്ട അൾഷിമേഴ്സ്, പാർക്കിൻസൺസ് പോലത്തെ പല അസുഖങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ക്രിയാറ്റിൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ബ്രെയിൻ ഹെൽത്തിനെ വരെ ക്രിയാറ്റിൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. നിങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇമ്പോർട്ടൻസ് ഓഫ് ക്രിയാറ്റിൻ, ഹൗ ഇറ്റ് ക്യാൻ അഫക്റ്റ് യു ബ്രെയിൻ ഹെൽത്ത് എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ക്രിയാറ്റിനൊക്കെ സത്യം പറഞ്ഞ് പഴയതുപോലെ കിഡ്നി അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് കൺസിഡർ ചെയ്യേണ്ട. ഇപ്പോൾ കിഡ്നി ഓൾറെഡി അസുഖം ഉള്ള ഒരാൾ, ക്രോണിക് കിഡ്നി ഡിസീസസ് ഉള്ള ഒരാൾ തീർച്ചയായിട്ടും സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാം. അല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് വേ പ്രോട്ടീനോ ക്രിയാറ്റിനോ എടുക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. പിന്നെ വേ പ്രോട്ടീനും ക്രിയാറ്റിനും സ്റ്റിറോയിഡ് അല്ല. സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് ഈ അനബോളിക് സ്റ്റിറോയിഡ് എന്ന് പറയുന്ന ഒരു ഈ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് എന്നാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഞാൻ പറയും എല്ലാവരും ബോഡി ബിൽഡേഴ്സാണ്. ശരീരം ട്രാൻസ്ഫോം ചെയ്യുന്ന എല്ലാവരും ബോഡി ബിൽഡേഴ്സാണ്. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം ആക്കി ചെയ്യുന്ന ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻസ് ഉണ്ട്. അതിൽ കോമ്പറ്റീഷനിൽ പോകുന്ന എത്ര ശതമാനം ആൾക്കാരോ 1-2% ആൾക്കാരായിരിക്കും. അതിൽ സ്റ്റിറോയിഡ്സ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഒരു സ്റ്റേജ് അപ്പിയറൻസിന് പ്രോബ്ലി അവർ എടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ അതും ഈ അബ്യൂസ് ചെയ്യുന്നവർക്കാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. എല്ലാം എടുക്കേണ്ടതായ രീതികളിൽ കറക്റ്റായിട്ട് അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരത് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് സപ്ലിമെൻറ്റ്സ് ആയ പോലും. ഇപ്പോൾ സാധാരണ ഒരു ആളിന് വർക്കൗട്ട് സ്ഥിരം ചെയ്യുന്ന ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളിന് ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് എത്ര വരെ എടുക്കുന്നത് സേഫാണ് എന്നുള്ള ഒരു കണക്കുണ്ടോ? ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ഇപ്പോൾ വേ പ്രോട്ടീനാണ് നമ്മളിപ്പോൾ ബേസിക്കലി നമുക്ക് നമ്മുടെ ഒരു ഹെൽത്തി സപ്ലിമെൻറ്റിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ വേ പ്രോട്ടീൻ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഈ ഡോക്ടേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി വേ പ്രോട്ടീനെതിരെ ഭയങ്കരമായിട്ട് റീസെൻ്റ്ലി. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയോ, ഈ കിഡ്നി പേഷ്യൻസിന് കഴിക്കുന്ന നെഫ്രോ പ്രോട്ടീൻ ഉണ്ട്. അതിൻ്റെ ബേസിക് ഘടകം എന്ന് പറഞ്ഞാൽ വേ പ്രോട്ടീനാണ്. ഹോർലിക്സ്, ബോൺവിറ്റ പോലത്തെ പലതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേ പ്രോട്ടീൻ ഉണ്ട്. പക്ഷേ അൺഹെൽത്തി കൂടെയാണ്. അൺഹെൽത്തി ആവുന്നൊരു കാര്യം എന്ന് പറയുക അതിൽ ഒത്തിരി ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേ പ്രോട്ടീൻ ഒരു കൾപ്പിറ്റൊന്നുമല്ല. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ്. പാലിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. പാല് പിരിയത്തില്ലേ, നമ്മൾ വിനിഗറോ അല്ലെങ്കിൽ നാരങ്ങ ഒഴിച്ച് പാലിനെ പിരിക്കുമ്പോഴത്തേക്കും ആ കിട്ടുന്ന ഒരു ലിക്വിഡ് ഫോം എന്ന് പറയുന്നതാണ് വേ പ്രോട്ടീൻ. ഇത് പണ്ട് കളഞ്ഞുകൊണ്ടിരുന്നൊരു സാധനം, വേസ്റ്റായിട്ട് ഡംപ് ചെയ്തുകൊണ്ടിരുന്ന സാധനം. ഇപ്പോഴും പല വീടുകളിൽ പനീർ ഉണ്ടാക്കുമ്പോൾ ഈ ലിക്വിഡിനെ കളയും. പക്ഷേ ഇതിനെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് വഴി നമുക്ക് സോളിഡ് ഫോമിൽ, പൗഡർ ഫോമിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് വേ പ്രോട്ടീൻ ഇസ് എ ഹെൽത്തി സപ്ലിമെൻറ്റ്. വേ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കിഡ്നി അസുഖമോ അല്ലെങ്കിൽ വേറെ അസുഖമൊന്നും വരത്തൊന്നുമില്ല. പിന്നെ എത്ര പ്രോട്ടീൻ കഴിക്കണം, നമ്മൾ ഒരു ഓവറോൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരഭാരത്തിൻ്റെ ലീൻ മസിൽ മാസിൻ്റെ അളവിൽ നോക്കുമ്പോൾ നമുക്കിപ്പോൾ 60 കിലോ ആണ് നമ്മുടെ ലീൻ മസിൽ മാസ് എന്നുണ്ടെങ്കിൽ ആ 60 കിലോയുടെ 2 × 2 120 ഗ്രാമിൽ ആ 120 ഗ്രാമിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കണം വേ പ്രോട്ടീൻ. ബാക്കി നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം. അപ്പം ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന് ഒരു സപ്ലിമെന്റ് ചെയ്യുന്നതാണ് വേ പ്രോട്ടീൻ. ഇപ്പോൾ വീഗൻസ് ഉണ്ട്, അവർ ചിലപ്പോൾ മിൽക്ക് പ്രോഡക്ട്സ് എടുക്കത്തില്ല, അവർക്ക് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ഉണ്ട്. ഈ വെജിറ്റേറിയൻസിന് പൊതുവെ കിട്ടേണ്ട അളവ്, പ്രോട്ടീൻ്റെ അളവ് അവർക്ക് പൊതുവെ കുറവായിരിക്കും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ സപ്ലിമെന്റ്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ പ്രോട്ടീൻ സപ്ലിമെന്റിന്റെ കാര്യം പറയുമ്പോൾ
മറ്റൊരു സൈഡാണ് ഈ ഫാറ്റ് ബേണേഴ്സ്. അപ്പം അത് സേഫ് ആണോ എന്നുള്ളത്? ഫാറ്റ് ബേൺസ് ഞാൻ കംപ്ലീറ്റ്ലി നോ പറയും 100%. കാരണം അതിലുള്ള ഇൻഗ്രീഡിയൻസ് പലതും നമ്മുടെ ഓർഗൻസിന് ദൂഷ്യഫലം ഉണ്ടാക്കത്തേ ഉള്ളൂ. അത് സേഫ് അല്ല. അത് അവരെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത്, അതിൻ്റെ കോമ്പിനേഷൻസ് എന്താണ്, ഹിഡൻ ആണ്. പക്ഷേ വേ പ്രോട്ടീൻ ഒന്നും അങ്ങനെയല്ല. നല്ലൊരു ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റി വേ പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അസുഖം വരത്തില്ല. നല്ലൊരു സപ്ലിമെൻറ്റ്, നമ്മളെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റ് ഇല്ല. പക്ഷെ ഒരു സൈഡ് അതൊരു എക്സ്പെൻസീവ് ആണോ? ആണല്ലേ. നമ്മൾ എന്തെല്ലാം രീതിയിൽ പൈസ കളയുന്നുണ്ട് അല്ലേ? ശരീരത്തിന് വേണ്ടി പൈസ ശരീരത്തിന് വേണ്ടി പൈസ കളയാനാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ. ബാറിൽ പോയി 10,000 രൂപ ബില്ല് കൊടുക്കാം. 150 വേ പ്രോട്ടീൻ വേന്ന് കടലാസിൽ എഴുതാനേ പറ്റത്തുള്ളൂ. അല്ല, ഒരു 2,000 രൂപ 2,500 രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വേ പ്രോട്ടീൻ കിട്ടും. നമുക്ക് ഹോസ്പിറ്റലിൽ മുടക്കുന്ന പൈസ നമ്മുടെ ഹെൽത്തിന് മുടക്കുക. ഇവിടെ നമ്മൾ പ്രീച്ച് ചെയ്യുന്ന ഒരു മെഡിക്കൽ രീതി എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് മെഡിസിനാണ്. അതായത് ഒരു അസുഖം വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കും. പനി വരുമ്പോൾ ഡോളോ കഴിക്കുന്നു, പാരസെറ്റമോൾ കഴിക്കുന്നു. പക്ഷേ എന്നാൽ പനി വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഇവിടെ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. സിസ്റ്റം നടന്നു പോകണമെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാരാണ് ഒബ്വിയസ്ലി. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രീച്ച് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് റിയാക്റ്റീവ് മെഡിസിനാണ്. ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയമാണോ ഒരു ഹോസ്പിറ്റലിൽ പോകാം. നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് പാതിരാത്രി വേണമെങ്കിൽ എമർജൻസിയിൽ പോകാം, നമുക്കൊരു ഡോക്ടറിനെ കാണാം. എന്നാൽ ഇപ്പോൾ കാനഡയിലോ യുഎസിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിലോ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ 2 മാസവും 3 മാസവും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴറിയാം നമ്മുടെ ഇന്ത്യയിലുള്ള മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ വില. അപ്പോൾ ഇതിലൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പ്രിവെൻറ്റീവ് മെഡിസിൻ പ്രീച്ച് ചെയ്യുന്നില്ല. പ്രോബ്ലി ഇനി വരും കാലങ്ങളിൽ പ്രീച്ച് ചെയ്യുകയായിരിക്കാം. പുറം രാജ്യങ്ങളിലൊക്കെ പ്രിവെൻറ്റീവ് മെഡിസിനാണ്. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഇത്രയും മാസം വെയിറ്റ് ചെയ്യണം. അവർക്കൊരാൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ് അവരുടെ ഒരു മെയിൻ ഘടകം. ഏത് പ്രായം മുതൽ നമുക്ക് ഈ വേ പ്രോട്ടീൻസ് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് യൂസ് ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു സംഭവം ഉണ്ടോ? വേ പ്രോട്ടീൻ സത്യം പറഞ്ഞ ഒരു പ്രായപരിധിയൊന്നുമില്ല. ഇല്ല, കൊച്ചുകുട്ടികൾക്ക് വരെ കഴിക്കാം. മുതിർന്നവർക്കും കൊച്ചുകുട്ടികൾക്കും വയസ്സായവർക്കും ഒക്കെ കഴിയാം. ഞാൻ പറഞ്ഞില്ല, ഈ കിഡ്നി ഈവൻ പറയുന്നുണ്ട് സ്റ്റേജ് 1 സ്റ്റേജ് 2 ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർക്ക് പോലും വേ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് ഒരുപാട് കുറയും. പ്രോട്ടീൻ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഷ്രിങ്ക് ചെയ്യും എന്നുള്ളത് റിസർച്ച്. ഇത് ഞാൻ പറയുന്നതല്ല, സ്റ്റഡീസ്, മെഡിക്കൽ സ്റ്റഡീസ് പ്രൂവൺ ആയിട്ടുള്ള കാര്യം. ഇവർക്ക് കഴിക്കുന്ന നെഫ്രോ HD എന്ന് പറയുന്ന പ്രോട്ടീൻ സെർച്ച് ചെയ്താൽ മതി, അല്ല കണ്ടൻറ്റ് എന്തോ നോക്കിയാൽ മതി. ഓക്കെ. നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രായം, ഏത് പ്രായം വരെ എന്നുള്ളത് അതൊരു വലിയ ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ഏത് പ്രായം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഈ ഒരു ജനറേഷനിൽ നമ്മുടെ ചെറുതിൽ നമ്മൾ കേട്ടുവരുന്ന സംഭവം എന്ന് അറിയാമോ? വെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ പൊക്കം കുറയും. ഇതിലൂടെ അല്ലേ? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ തെറ്റാണ്. അതൊരു വലിയൊരു മിത്താണ്. ആ മിത്തൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് എടുക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് പൊക്കം കുറയത്തില്ല. നമുക്ക് ജനറ്റിക്കലി നമുക്ക് പൊട്ടൻഷ്യലുള്ള ഹൈറ്റ് ഏതാണോ നമ്മൾ അത് അച്ചീവ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഒരു ഗ്രോത്ത് പ്ലേറ്റ് ഉണ്ട്, നമ്മുടെ ബോൺസിൻ്റെ ഗ്രോത്ത് പ്ലേറ്റ് എന്ന് പറയും. ആ ഗ്രോത്ത് പ്ലേറ്റ് എപ്പോൾ സ്റ്റണ്ട് ആവുന്നോ അപ്പോൾ നമ്മുടെ ഹൈറ്റ് നിൽക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഐഡിയലി നമുക്കൊരു 8 വയസ്സ് മുതൽ ചെറിയ രീതിയിൽ വെയിറ്റ് എടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് വെയിറ്റ് ട്രെയിനിങ്, ബോഡി വെയിറ്റ് ട്രെയിനിങ് തന്നെ. ഈ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് ഡംബിൾസോ ബാർബെല്ലോ മാത്രമല്ല, നമ്മുടെ ബോഡി വെയിറ്റ് യൂസ് ചെയ്യുക, കുട്ടികൾക്ക് ആ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക, ഗ്രാജുവലി നമ്മൾ പ്രോഗ്രസ് ചെയ്യാം. ഈ വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സസൈസ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വഴി ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല കുട്ടികൾ നടക്കുന്നത്. അവരുടെ ഒരു ടീനേജൊക്കെ ആകുമ്പോൾ ഒരു മെൻ്റലിയും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അവരുടെ ഒരു ബാക്കി കൊളീഗ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മെൻ്റൽ സ്ട്രെങ്തും ഭയങ്കര കൂടുതൽ തന്നെയായിരിക്കും. നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ തീർച്ചയായും പിന്നെ ആ കുട്ടികളെ നമ്മൾ എടാ നീ ഭക്ഷണം ഇത് ചെയ്യണം, നീ അത് ചെയ്യണം, നീ വർക്കൗട്ട്, നമ്മളൊന്നും പറയണ്ട. അവർ ഓട്ടോമാറ്റിക് ആ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി. ഈ ചെറുതിലെ സ്റ്റാർട്ട് ചെയ്തുള്ള ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് അവരുടെ ലൈഫ് സ്റ്റൈലാവും. സാധാരണയുള്ള സ്പോർട്സ് പോലെ തന്നെ നമുക്ക് ഇതും ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോർട്ടാണ്. പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും അതൊരു പേഴ്സണൽ ബ്രാൻഡാക്കി മാറ്റണം എന്നുള്ളൊരു ഐഡിയ. ലൈക്ക് ഇപ്പം നോക്കാമെങ്കിൽ ഇപ്പോൾ ഓരോ ജംഗ്ഷനിൽ ഇപ്പം ജിമ്മുകളുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഇപ്പം ജിമ്മുകൾ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥ, എവിടെ നോക്കിയാലും ഒരു ജിമ്മുണ്ട്. ലൈക്ക് അപ്പം വരുമ്പം ഇപ്പം ഞങ്ങളുടെ ചോദ്യം, അതൊരു ബിസിനസ് മോഡൽ, ഈ AFX ജിം എന്നുള്ളത് ഹൗ ഡസ് ദാറ്റ് സ്റ്റാൻഡ് ഔട്ട്? അതെങ്ങനെയാണ് മറ്റ് ജിമ്മുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ് അതൊരു ബിസിനസ് കോൺസെപ്റ്റ് ആക്കിയത് എങ്ങനെയാണ്? ഞാൻ ഡിസിപ്ലിൻ വൈസ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ പറഞ്ഞൊരു പാഷൻ കാരണം ഈ ഫീൽഡിലേക്ക് വന്ന ഒരാളാണ്. ഇതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു ബോധം വേണം.
പൈസ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ വശമാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് പേരെ നമുക്ക് ഹെൽത്ത് പ്രീച്ച് ചെയ്യാം. അവരുടെ ഹെൽത്ത് ട്രാൻസ്ഫോർമേഷനിൽ നമ്മളൊരു മെയിൻ ഘടകമാണ്. അപ്പോൾ ആ കിട്ടുന്ന ഒരു മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പല ജോലികളിൽ നിന്ന് കിട്ടത്തില്ല. മണി ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സെക്കൻഡ് ആസ്പെക്റ്റ് മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ജിമ്മ് നല്ലൊരു ബിസിനസ് മോഡലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. പൈസ ഉണ്ടെങ്കിൽ ഒരു ജിമ്മ് തുടങ്ങാം എന്നുള്ളത് തെറ്റായ ധാരണയാണ്. പൈസ ഉണ്ടെങ്കിൽ ജിമ്മിടാം, പക്ഷേ ആ ജിമ്മ് ഓടിപ്പോകില്ല. അതിന് പാഷനേറ്റ് ആയിട്ട് അതിനെ പറ്റിയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അപ്ഡേറ്റഡ് ആയിരിക്കുക. ഇപ്പം മെഡിക്കൽ ഫീൽഡ് പോലെ തന്നെ ഈ ഒരു ഫിറ്റ്നസിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടെയാണ്. നമ്മൾ ഇതിൻ്റെ സാധ്യതകളെ പറ്റി പഠിക്കുക, ഇതിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ മീഡിയ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഇതിൻ്റെ പുതിയ പുതിയ സാധ്യതകൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നേറാനായിട്ട് പറ്റുന്നത്. ഇപ്പം ഞാൻ അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫിറ്റ്നസ്സിൽ പുതിയൊരു ജിമ്മ് തുടങ്ങുന്നതിലുപരി ഈ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ, പേഴ്സണൽ ട്രെയിനിങ് ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിനേഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ, ഇപ്പം സർട്ടിഫൈഡ് ട്രെയിനേഴ്സും അല്ലാതെ ഉള്ള ആൾക്കാരുടെയും അത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക്കലി എങ്ങനെയാണ് ഈ സാധനം വർക്ക് ആവുന്നതെന്നൊക്കെയുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പം നമുക്ക് AFXനെ സംബന്ധിച്ച് ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ് ഒരു ഇതുള്ളത്? ആസ് എ ട്രെയിനർ നമ്മളൊരു സർട്ടിഫിക്കേഷൻ എടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമുക്കൊരു കുറേ നോളേജ് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് മാത്രം നല്ലൊരു ട്രെയിനർ ആവണമെന്നില്ല. നമ്മൾ ഇതിനെ പ്രീച്ച് ചെയ്യണം. നമ്മളൊരു സർട്ടിഫിക്കറ്റ് എടുത്തു, ഒരു നല്ല ജിമ്മിൽ പോയി വർക്ക് ചെയ്ത് കുറേ ക്ലയൻസുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴാണ് നമുക്ക് ആ ഒരു നോളേജ് എക്സ്പാൻഷൻ കിട്ടുന്നത്. ഇപ്പം നമ്മൾ +1 പഠിച്ച ലാബിൽ നമ്മൾ പല എക്സ്പീരിയൻസും ചെയ്യത്തില്ല. അത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കുറേ കൂടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിച്ച കാര്യം നമ്മൾ ആ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് മാത്രം നമ്മളൊരു നല്ല ട്രെയിനർ ആവുന്നില്ല. നമുക്ക് പല കേസ് സ്റ്റഡീസ് വരും. ഇപ്പോൾ ഒബിസിറ്റി ഉള്ള ആൾക്കാർ വരും, PCOS പോലത്തെ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ വരാറുണ്ട്, അതേപോലെ കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഉള്ള, അതേപോലെ ഡയബറ്റിക് ആയിട്ടുള്ള, അതുപോലെ പല പിന്നെ നമ്മുടെ എൽഡർ പോപ്പുലേഷൻ, പലർക്കും പല രീതിയിലായിരിക്കണം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്കൗട്ട് പ്ലാൻ ചെയ്യേണ്ടത്. ആ രീതികളെ പറ്റിയിട്ട് ആ ഒരു മോഡ്യൂൾ എങ്ങനെയാണ്, ആ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ആവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും. നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് മാത്രം നല്ല ട്രെയിനർ ആവുന്നില്ല. അതെ, ആയിരുന്നാൽ കൂടിയും നമുക്കൊരു റിയൽ ലൈഫിൽ അതൊരു പ്രാക്ടിക്കലി അത് ചെയ്യാനുള്ളൊരു ഇതും കൂടെ ഉണ്ടാവണമെന്നാണ്. ഞാൻ 2-3 സർട്ടിഫിക്കേഷൻ പ്രൈവറ്റായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് വെയ്റ്റ് ട്രെയിനിങ് സ്കിൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തെ. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു മാസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല റെസ്പോൺസ് ഉണ്ട്. പുറത്ത് ഈ വേറെ ഡിസ്ട്രിക്ട്സിൽ നിന്നൊക്കെ പിള്ളേർ വന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, വേറൊരു കാര്യം, നമുക്ക് AFX എന്ന് പറയുന്നത് ഒരു ജിമ്മാണെങ്കിൽ പോലും അതൊരു പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. ആനന്ദ് ഫ്രാൻസിസ് സേവിയർ എന്നുള്ളതാണ് ഫുൾ നെയിം. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് AFX എന്ന് പറയുന്നത്. അപ്പം ഈ AFX എന്ന് പറയുന്ന പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് അങ്ങനെ? അത് നോർമലി ഒരു ജിം ഇടുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് തോന്നി, അതായത് നമ്മുടെ ഒരു ഗ്രോത്തിന് ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഞാനൊരു കോച്ചും കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരുടെ ഇടയിൽ ഞാൻ നിന്ന് നമ്മുടെ ട്രെയിനേഴ്സിനോടൊപ്പം തന്നെ ഞാനും ഫ്ലോറിൽ നിന്ന് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നു, ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ആസ് എ കോച്ച് ഞാനൊരു 17 years ആയി ഈ ട്രെയിനിങ് മേഖലയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരുടെ ഇടയിൽ ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഓവർ ദ ഇയേഴ്സ് എനിക്ക് ആ ഒരു എന്താ പറയുക, പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ചുണ്ട്. എനിക്ക് 53,000+ ഫോളോവേഴ്സ് ഉള്ള ഒരു ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിവേ ഞാനൊരു ഹെൽത്ത് കോച്ചാണ്, ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്, വൈ നോട്ട് ഹെൽത്തിനെ പ്രീച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതൊരു ബിസിനസ്സും കൂടെ ആക്കി കഴിഞ്ഞാൽ, ഐ മീൻ ദിസ് ഇസ് എ ബിസിനസ്, ഹെൽത്ത് ഇസ് ഓബ്വിയസ്ലി എ ബിസിനസ് ഓൾസോ. അതിനെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്യാമെന്ന് തീർച്ചയായിട്ടും ഒരു സെൽഫ് ബ്രാൻഡിങ് തന്നെയാണ്. ഇപ്പോൾ KFC എന്ന് പറഞ്ഞ ബ്രാൻഡ്, KFC എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ തലയാണ്, അല്ലേ? പുള്ളിയുടെ ആ ഒരു ഫേസ് ആണ്. അതുപോലെ തന്നെ നമുക്കും തലയാണ് നമ്മുടെ ലോകോയിലൊരു തലയുണ്ട്. ഇപ്പോൾ സ്റ്റാർബക്സ് എന്ന് പറയുന്ന ഒരു മെർമെയ്ഡാണ് അവരുടെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിനൊരു ബ്രാൻഡിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഒരു ബിസിനസ്, ഏത് ബിസിനസ്സിൻ്റെയും
മൈലേജിന് തീർച്ചയായിട്ടും ബ്രാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ അത് ബ്രാൻഡിങ് പേഴ്സണൽ ബ്രാൻഡിങ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് നമ്മളുമായിട്ട് കുറെ കൂടെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഒരു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ കോണ്ടന്റുകൾ. അത് വിഷ്വലായിട്ടുള്ള സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ റിട്ടേൺ കോണ്ടന്റ് ആവാം. നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മുടെ ചാനലിനെ ഗ്രോ ചെയ്യാനായിട്ട് ഈ പറയുന്ന കോണ്ടന്റ് ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നല്ല കോണ്ടന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു സയൻറ്റിഫിക് എവിഡൻസ് നമ്മൾ പറയുന്നതിലുള്ള ഒരു സത്യാവസ്ഥ, ആ ഒരു ക്രെഡിബിലിറ്റി ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു മൈലേജ് വേറെ തന്നെയാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ട്. നമുക്ക് എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ഇപ്പോൾ എല്ലായിടത്തും ഈ സോഷ്യൽ മീഡിയ കൂടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ മാർക്കറ്റിംഗ് ഇല്ലാതെ നമുക്കൊരു ബ്രാൻഡ് വളർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഒരു സെൽഫ് ബ്രാൻഡിങ് ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ ഒരു ഇപ്പോൾ ഒരു ബിസിനസ് ബ്രാൻഡ് നമുക്ക് വളർത്തണമെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ കോണ്ടൻറ്റ്സ് ഉണ്ടാക്കി ഇടുന്നത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഒരു ട്രെയിനർ എന്നുള്ള നിലയിൽ ആ ഓരോ കാര്യം ഒരാളുടെ ഫിസിക്കിനെ പറ്റി അറിയുന്നതിനെക്കാട്ടിൽ കൂടുതലും ഇതിലും നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ബ്രാൻഡിൻ്റെ ഫോക്കസും കൂടെ ചെയ്താൽ മാത്രമേ ഇതൊരു ബിസിനസ് മോഡൽ മുന്നോട്ട് പോകത്തുള്ളൂ. ഗ്രോത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി ജിമ്മുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പം അതിലോട്ട് നമുക്ക് നമ്മുടെ ജിമ്മിലോട്ട് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള ഒരു ബിസിനസ് മോഡലാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ബേസിക്കലി നമ്മളൊരു USP എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ബേസ്ഡ് ട്രെയിനിങ് ആണ്. ഇപ്പോൾ പല ജിമ്മുകളിലും ഇപ്പോൾ വെയിറ്റ് ഹൈറ്റ് ഒക്കെ എടുക്കുന്ന ജിമ്മുകളും, പക്ഷേ നമ്മളിവിടെ വെയിറ്റ് ഹൈറ്റ് ബോഡി മാസ് ഇൻഡെക്സ് ഫാറ്റ് പെർസെൻറ്റേജ് എടുക്കുക എന്നുള്ളൊരു ബേസിക് കോൺസെപ്റ്റ് മാത്രമല്ല, ഒരാളുടെ ഒരു ഓവറോൾ ഫങ്ഷനാലിറ്റി നമ്മൾ നോക്കും. ഇപ്പോൾ ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അയാളുടെ ഹിപ്പ് മൊബിലിറ്റി എന്താണ്, ബോഡി ബാലൻസ് എത്രയായിരിക്കും, ഫ്ലെക്സിബിലിറ്റി എന്തായിരിക്കും, ഇപ്പോഴൊരു പ്രസൻറ്റ് സിനാരിയോ ഓഫ് സ്ട്രെങ്ത് എന്താണ്, ഇതെല്ലാം ബേസിക്കായിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവരുടെ ഒരു ഫിസിക്കൽ ഒരു ട്രാൻസ്ഫോർമേഷന്, അവരുടെ ഒരു ഗോൾ അച്ചീവ്മെൻറ്റിന് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും. ഈ അസസ്മെൻ്റ് എടുത്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും വേർ ദേ സ്റ്റാൻഡ്. എന്നിട്ട് അതനുസരിച്ച് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാം, അവരുടെ വർക്കൗട്ട് റുട്ടീൻസ് പ്ലാൻ ചെയ്യാം. ഓബിയസ്ലി അതിൻ്റെ റിസൾട്ട് 100% വ്യത്യാസം തന്നെയായിരിക്കും. അപ്പോൾ ഇതൊരു സ്കെയിലബിൾ മോഡലായിട്ട് തന്നെയാണ് മോഡൽ തന്നെയായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒത്തിരി ബിസിനസ് നെറ്റ്വർക്കുകളിലും അതുപോലെ ഒരു അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങളിലും ഇൻവോൾവ് ആണല്ലോ. BNA എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ വളരെ ആക്റ്റീവാണ്. അത് നമുക്ക് അറിയുന്നതാണ്. ചുമ്മാ ഒരു നെറ്റ്വർക്കിംഗ് അല്ല, ശരിക്കും നമ്മുടെ ഓൺട്രപ്രണേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് ഇത്രയും വിസിബിലിറ്റി തരുന്ന ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു ഒരുപാടുണ്ട്. ഇപ്പോൾ റോട്ടറി പോലത്തെ ക്ലബ്ബുകളുണ്ട്, പക്ഷേ ഇത് പ്യുവർലി ബിസിനസ് മാത്രം നമുക്ക് പ്രീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് BNA എന്ന് പറയുന്നത്. ഇനി മുന്നോട്ടുള്ള നമ്മുടെ ബിസിനസ് ഒരു ഗ്രോത്തിൽ ഈ ട്രിവാൻഡ്രം നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ഐഡിയ, ഒരു വിഷൻ ആനന്ദ് ബ്രോയിനുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഓബിയസ്ലി നമ്മളിപ്പോഴും ഒരു 10 വർഷം പുറകോട്ടാണ് പല രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ ആൾക്കാർ ഇപ്പോൾ മുമ്പോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 10 വർഷം മുമ്പ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടമ്മ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. അതെ, പക്ഷെ ആ കോൺസെപ്റ്റ് ഇപ്പോൾ മാറി വരുന്നുണ്ട്. ഒരുപാട് പേര് ജിമ്മ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ജിമ്മിനെ പറ്റി എൻക്വയറി ചെയ്യുന്നുണ്ട്, ജിമ്മിൽ വന്ന് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ട് ഹാപ്പി ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് ഇതൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ആക്കിയവരുണ്ട്. അതെ, ഇപ്പോൾ പേഴ്സണലി എൻ്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ അമ്മ 52 ഇയേഴ്സിൽ അമ്മയുടെ യൂട്രസ് റിമൂവ് ചെയ്തു. അമ്മയ്ക്ക് 2 മുട്ട് റീപ്ലേസ്മെൻറ്റ് പറഞ്ഞതാണ് ഡോക്ടർ. പക്ഷേ ഞാൻ ഫീൽഡിലുണ്ടായിരുന്നു, ഫിറ്റ്നസ് അത് ഞാൻ ട്രെയിനിങ് മേഖലയിലുണ്ടായിരുന്നുണ്ടെങ്കിൽ അമ്മയുടെ പറഞ്ഞു, അമ്മ ഓക്കെ യൂട്രസ് റിമൂവൽ സർജറി ഓക്കെ ഫൈൻ, മുട്ട് റീപ്ലേസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ രണ്ടാമത് ചിന്തിക്കണം. നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ട്രെങ്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല റീപ്ലേസ്മെൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. എൻ്റെ അമ്മയുടെ 2 മുട്ടും ഒരു കുഴപ്പമില്ല, ദൈവം സഹായിച്ച് ടച്ചുവിട്ട്. ഇപ്പോൾ അമ്മയ്ക്ക് 66 വയസ്സായി, 52 വയസ്സിൽ റീപ്ലേസ്മെൻറ്റ് പറഞ്ഞ 66 വയസ്സ് ഒരു കുഴപ്പമില്ല. അമ്മ രാവിലെ വീട്ടിൽ നിന്ന് നടന്ന് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്ത് തിരിച്ച് നടന്നു പോകും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഡിസിപ്ലിനും ഡെഡിക്കേഷനും നമ്മൾ ഇതിലേക്ക് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, നമുക്കിതൊരു മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ കൂടെയാണ്. മാത്രമല്ല നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പോൾ മസിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ് പോലത്തെ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക്
ഇതിന് പ്രിവെൻഷനാണ് നമുക്ക് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അൾഷിമേഴ്സും പാർക്കിൻസൺസും വരെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഇത് കൂടെ ഞാൻ പറയാം, മസിൽ എന്ന് പറയുന്നത് ഇസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി. മസിൽ, അതുകൊണ്ട് ഈ മസിൽ വേണ്ടെന്ന് പറയുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളൊരു വലിയ ഓർഗനാണ് നിങ്ങൾ വേണ്ട എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ജിമ്മിൽ നോക്കുകയാണെങ്കിൽ പൊതുവേ ഉള്ളൊരു കൾച്ചർ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു യങ് ക്രൗഡ് പ്ലസ് ഒരു മിഡ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒത്തിരി പ്രായമുള്ള ഒരു ജിമ്മിൽ കാണത്തില്ല. മാറി, ഒത്തിരി മാറി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 50 വയസ്സും 60 വയസ്സുള്ള ആൾക്കാർ ഒരുപാട് പേര് ജിമ്മ് തേടി വരുന്നുണ്ട്, യങ്സ്റ്റേഴ്സിനെ പോലെ. എൻ്റെ അമ്മ ഇപ്പോഴും ജിമ്മിൽ പോകുന്നതിനെതിരാണ്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാർക്ക് ജിമ്മിൽ പോകേണ്ട ഒരു ആവശ്യകത എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇത് പറയുന്നത് തീർച്ചയായും ഇത് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പോർട്ട് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ സയൻസ് ബേസ്ഡ് എവിഡൻസസ് വച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 50 വയസ്സിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു, 10 വർഷം കഴിഞ്ഞിട്ട് ഒരാളുടെ ഡെക്സാ സ്കാൻ, 10 വർഷം കഴിഞ്ഞിട്ട് അയാളുടെ ഡെക്സാ സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ 50 വയസ്സിൽ ഒന്നും ചെയ്യാത്ത ഒരാൾ 10 വർഷം കഴിഞ്ഞ് 60 വയസ്സ് അയാളുടെ ഡെക്സാ സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് 60 വയസ്സ്, അതായത് 10 വർഷത്തെ ട്രെയിനിങ് കൊണ്ട് അയാൾക്ക് ഒരു 30 വയസ്സുകാരൻ്റെ എല്ലിൻ്റെ ബലം ഉണ്ട്, അല്ലെങ്കിൽ എല്ലിൻ്റെ ബലം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി 10 വർഷത്തെ ട്രെയിനിങ്ങിൽ. അതായത് 50 വയസ്സിൽ അയാളുടെ ഡെക്സാ സ്കാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അയാൾക്ക് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ഡീജനറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടെത്തി. എന്നാൽ 10 വർഷത്തെ അയാളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് ഓവർകം ചെയ്യാനും അയാളുടെ സീരിയസ്ലി പറഞ്ഞാൽ ബയോളജിക്കൽ ഏജ് റിവേഴ്സ് ചെയ്യാനും പറ്റി. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് പ്രായമുള്ളവർ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. കാരണം ഈ പ്രായമായവരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് വെച്ചാൽ വീഴ്ചയാണ്. ഈ വീഴ്ച വരുന്നതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ മസിൽ മാസ് കുറയുന്നതുകൊണ്ടാണ്. മസിൽ മാസ് കുറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും, നമ്മുടെ ബോഡി ബാലൻസിനെ ബാധിക്കും. തീർച്ചയായിട്ടും വീഴ്ചകൾ കൂടാനായിട്ടുള്ള റേറ്റ് വളരെ കൂടുതലാണ്. നമ്മൾ ഇതിൻ്റെ 2 രീതിയിൽ കാണണം. ഇത് നമുക്ക് ഒരുപാട് പേർക്ക് നമുക്ക് അവരുടെ ഹെൽത്തിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനുള്ളൊരു അവസരമാണ്, അറ്റ് ദ സെയിം ടൈം ബിസിനസ്സുമാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ജിമ്മിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി അത്യാവശ്യം ക്ലയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രെയിനേഴ്സും നമുക്കുണ്ട്. അപ്പം ഇതിനൊരു നമ്മളൊരു പ്രോപ്പർ ഒരു പ്രോസസ്സിലൂടെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലൂടെ ആയിരിക്കണം ഇത് റൺ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടോ? അതിലൂടെ നമ്മൾ സ്റ്റാഫ് മാനേജ്മെൻറ്റും പിന്നെ മറ്റു കാര്യങ്ങളും നമ്മുടെ പല മേഖലകളിലും, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ്സിന് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ജീവൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാത്തൊരു സാധനമാണ് ബിസിനസ്. അതിന് പല രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്ത് വേണം കൊണ്ടുപോകാൻ. ലൈക്ക് എസ്പെഷ്യലി ഇവിടെ ഇപ്പം ഇതൊരു പേഴ്സണൽ ബ്രാൻഡാണ് AFX എന്ന് പറയുന്നത്, തങ്ങളുടെ പേരിലുള്ള ഒരു ബിസിനസ്സാണ്. അപ്പം ഇത് ഇവിടെയുള്ള സ്റ്റാഫുകളെ ആ ഒരു സിസ്റ്റത്തിലോട്ട് മാനേജ് ചെയ്യുമ്പം എല്ലായിടത്തും യു വോണ്ട് ബി ഏബിൾ ടു ഗോ അല്ലേ? അപ്പം ഹൗ ഡു യു ആ ഒരു സാധനം എങ്ങനെ, ആ ഒരു പ്രോസസ്സ് എങ്ങനെ സെറ്റ് ചെയ്തത്, എങ്ങനെ അത്? ഞാൻ മനസ്സിലാക്കിയത്തോളം നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് ബേസിക്കലി യു ഷുഡ് ട്രീറ്റ് ദം ആസ് യുവർ ക്ലയൻറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ജിമ്മിൽ ഞാൻ ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അവരിൽ ഒരാളായിട്ട് തന്നെയാണ് ട്രെയിനിങ്ങിലേക്ക് ഞാൻ ഇൻവോൾവ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ പോലെ അവർക്കും അവരുടെ ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കുക, നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ എന്താണ് സിസ്റ്റം എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ബിസിനസ്സിൽ എന്താണ് സിസ്റ്റം എന്നുള്ളത് ഞാനൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു SOP ഉണ്ട് എൻ്റെ ജിമ്മിൻ്റെ. ആ കോൺസെപ്റ്റ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് അവർ ചെയ്യും. ഞാൻ അവരുടെ ജോലിയിലേക്ക് ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞ പോലെ ദേ ഹാവ് ദെയർ വർക്ക് ഫ്രീഡം, ദേ ക്യാൻ ഇന്നോവേറ്റ്, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ദേ ഡു ദാറ്റ് ഇൻ ദ പ്രോപ്പർ ഓർഡർ, പ്രോപ്പർ സിസ്റ്റം. ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ സിസ്റ്റം അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസ് എന്നുള്ളതല്ല, ഏതൊരു ബിസിനസ്സിൻ്റെയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മൾ ബിൽഡ് ചെയ്യണം. ആദ്യം നമ്മളൊരു സ്ഥാപനം ബിൽഡ് ചെയ്യുന്നതിന് പകരം ആദ്യം ആ സ്ഥാപനത്തിൻ്റെ ഒരു SOP ക്രിയേറ്റ് ചെയ്യാം. അതായത് ആ സ്ഥാപനത്തിൽ എന്തായിരിക്കണം പ്രോസസ്സ് എന്നുള്ളത് ആസ് ബിസിനസ് ഓണേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കുക. ആ പ്രോസസ്സ് 100% എഫക്റ്റീവ് ആക്കിയതിന് ശേഷം സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ രീതിയിൽ എന്തെങ്കിലും ഈ ജിം എന്നുള്ള രീതിയിൽ ഒരു സ്പോട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെതായ രീതിക്ക് എന്തെങ്കിലും സപ്പോർട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കിട്ടും? ഗവൺമെന്റിന്റെ ഭാഗം തീർച്ചയായിട്ടും പറഞ്ഞതിന് സപ്പോർട്ടില്ല. ഇപ്പോഴും നമ്മൾ 18% ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇതൊരു വളരെ ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ഒരുപാട് പേരുടെ ആരോഗ്യം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ അതിൻ്റെ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ 5% മാത്രമേ നമ്മൾ ടാക്സ് ഭക്ഷണം പിന്നെ വർക്കൗട്ട് ചെയ്ത് കളയാനായിട്ട് 18%. ഇവിടെ നമ്മളിപ്പോൾ കളക്ട് ചെയ്യുന്ന ഫീസിൻ്റെ 18% നമ്മൾ ടാക്സ് ആയിട്ട് ഗവൺമെൻറ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു
പ്രോബ്ലി ഒരു അവയർനെസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ആൾക്കാർ ഈ ഗവൺമെൻറ് ഇതൊരു ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സായിട്ട് പ്രോബ്ലി ഗവൺമെൻറ് തോന്നിയിട്ടില്ല. പിന്നെ വേറൊരു സംശയമല്ല, ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രോപ്പർ ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തൊക്കെ സപ്പോർട്ട്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ട കുറേ ഏരിയസ് ഉണ്ടാവുമല്ലോ. ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് തോന്നുന്നു ജിമ്മ് എല്ലാ ബിസിനസ്സിനും വേണം. അതേപോലെ നമ്മുടെ ജിമ്മുകൾക്കും ഒരു HR സിസ്റ്റം വേണം. അവരുടെ പേ റൂൾസ് കറക്റ്റ് ആയിരിക്കണം, അവരുടെ ലീവിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. പിന്നെ അറ്റ് ദ സെയിം ടൈം ഒരു നമ്മുടെ ഒരു ലേബർ ലോ ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സിസ്റ്റം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ. നമുക്ക് സ്കെയിലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്മൾ സ്കെയിലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ബിസിനസിനെ പറ്റിയും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന പോലെ ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ ഓക്കെ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ ഈ ടോപ്പിക് എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ബിസിനസ് പോഡ്കാസ്റ്റിൽ സംസാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്, എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണ്. ഈവൻ എല്ലാ ബിസിനസ്സുകാരും അവരുടെ ഹെൽത്തിനെ പറ്റി കൂടെ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും. ഇപ്പൊ നമുക്കിപ്പോ 50 കോടിയുടെ സ്വത്തുണ്ട്, പക്ഷെ നമുക്ക് എണീറ്റിക്കാൻ ശക്തി ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? നമുക്ക് നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാശ് അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും യു നീഡ് ഹെൽത്ത്, റൈറ്റ്? സോ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ പണത്തിന്റെ പുറകെ പോകരുത്. അപ്പം ഇത്രയും സംഭവം ഡീറ്റെയിൽസ് ഒക്കെ തന്ന ആനന്ദ് വളരെ വിശദമായിട്ട് ഹെൽത്തിനെ പറ്റിയും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള നമ്മളോട് സംസാരിച്ച AFX ഫിറ്റ്നസിന്റെ സ്വന്തം ബ്രാൻഡ് AFX ഫിറ്റ്നസ് ആനന്ദ് ഫ്രാൻസിസ് സേവിയർ ആണ് നമ്മളോട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ.